हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय राधा पवनपुरेशन की जय ओम श्री मात्रे नमः हर हर महादेव എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ഡിസ്പ്ലേ പോയിക്കൊണ്ടിരിക്കുന്നു മേ ബി ഇപ്പോൾ ഓഫ് ആവും ക്ലാസ് എടുക്കാൻ പറ്റില്ലതോ ഡിസ്പ്ലേ പോകും നോക്കട്ടെ ഫോണിനൊരു കംപ്ലൈൻറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡിസ്പ്ലേ പോയി എന്നാ തോന്നുന്നു നോട്ടെ നമുക്ക് സാധിക്കുന്നിടത്തോളം ക്ലാസ് പോവാം മേ ബി ഡിസ്പ്ലേ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ക്ഷമിക്കണം കംപ്ലൈൻ്റ് ആയിരുന്നു എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിന് മാക്സിമം നമുക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം കാരണം വെച്ചാൽ ഡിസ്പ്ലേ പോയിക്കൊണ്ടിരിക്കുക ഫോണിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തോന്നുന്നില്ല ക്ലാസ് ഡിസ്പ്ലേ പോയിക്കൊണ്ടിരിക്കുന്നു നോക്കട്ടെ ലൈവ് അതിലും ഓക്കെ പക്ഷെ എനിക്ക് ഇവിടെ ഫോണിൽ നോക്കിയിട്ട് ലൈൻസ് വരുന്നുണ്ട് ഫോണിൽ ഇതിൽ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് അത് വിട്ടേക്ക് അവിടെ കാണില്ല ഇതിൽ നോക്ക് നോക്കിക്കാം അങ്ങനെ ലൈൻസ് വരുന്നുണ്ട് നമുക്ക് വേഗം ക്ലാസ് തുടങ്ങണം ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഫോൺ ഇനിയിപ്പം ഇത് യൂസ് ചെയ്യാൻ കഴിയില്ല 6 വർഷം കഴിഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ ഇന്നത്തോടെ അതിൻ്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട് ഇന്ന് ഷൂട്ടൊന്നുമില്ല സുഖം ദേവേട്ടാ ക്ലാസ് തുടങ്ങാം കണ്ണാ കാരണം വെച്ചാലേ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ പോയിക്കൊണ്ടേയിരിക്കുക ലൈൻസ് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ എനിക്കിവിടെ ഡിസ്പ്ലേയിൽ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു എങ്ങാനും കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം ഓക്കെ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 എന്തുണ്ടെങ്കിലും മഞ്ജരീസിലേക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഞാൻ മെസ്സേജ് നോക്കി തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി നോക്കാനുണ്ട് പയ്യെ നോക്കിക്കോളാം ആരും മെസ്സേജ് കണ്ടില്ല എന്നോർത്ത് വിഷമിക്കേണ്ട ഒരുമിച്ച് നോക്കി തീർക്കാനാവില്ല എങ്കിലും കുറച്ചായിട്ട് നോക്കുന്നുണ്ട് മെസ്സേജ്
പിന്നെ നമ്മളുടെ വിഷു കിറ്റും പഴനിയിലുള്ള പഞ്ചാമൃതമൊക്കെ ഞാൻ അയച്ചു തുടങ്ങി. മോസ്റ്റ് ഓഫ് ദം ആളുകൾക്കും കിട്ടി. ദേവി മഹാത്മ്യം ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വല്ലവർക്കും കിട്ടാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ. നിങ്ങൾക്കുള്ള ദേവി മഹാത്മ്യം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുണ്ടെങ്കിലും മെസ്സേജ് വന്നിട്ട് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് അയക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ അതിലേക്ക് അയച്ചാലാണ് മെസ്സേജ് മഞ്ജരീസിൻ്റെ മെസ്സേജ് നോക്കാൻ പറ്റുക. മറ്റൊരു നമ്പറിലേക്കും അയക്കണ്ട. അല്ലെങ്കിൽ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ആരുടെങ്കിലും ഫോണിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവരായാലും നമ്മളെ ഇൻഫോം ചെയ്യും. ഓക്കെ, പാട്ട് നല്ലതാണ് കണ്ണാ, പക്ഷെ നമുക്ക് മൊത്തം വയ്ക്കാനുള്ള സമയമില്ല. ചിലപ്പം ഫോണ് പെർമനൻ്റായിട്ട് ഓഫായി പോകും തോന്നുന്നു, അറിയില്ല. എനിവേ നോക്കാം, നമുക്ക് ഫോണെടുത്തോളം പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ നമ്മൾ പഠിക്കുന്നു. പറയാൻ വിട്ടുപോയി, ഇന്ന് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രേഖ അനിൽകുമാർ മാതാജി രേഖാമ്മയുടെ പിറന്നാളാണ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അമ്മയ്ക്ക്. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും അമ്മയ്ക്ക് ഉണ്ടാവട്ടെ, സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് 75ാമത്തെ ശ്ലോകമാണ്. സദ്ഗതിഹ സത്കൃതിഹ സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുനഃ. ഇതാണ് വിഷ്ണു സഹസ്രനാമത്തിൽ 75ാമത്തെ ശ്ലോകം. അപ്പോൾ സദ്ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സദ്ഗതി എന്ന് പറഞ്ഞാൽ സത്തായിരിക്കുന്ന ഗതി എന്നർത്ഥം. അതായത് സമുത്കൃഷ്ടമായിരിക്കുന്ന ബുദ്ധിയുള്ളവൻ. നമ്മളിപ്പം ഭഗവാനോടൊരു കാര്യം ആവശ്യപ്പെടുന്ന സമയത്ത് ഭഗവാൻ എന്താ ചെയ്യുക? അയ്യോ, എനിക്ക് ഭഗവാൻ ഇത് നടത്തി തന്നില്ലല്ലോ എന്നൊരു വിഷമം നമുക്ക് ഉണ്ടാവും, അല്ലെ? പക്ഷെ അദ്ദേഹം എന്താ ചെയ്യുന്നത്? നമ്മൾക്ക് യഥാസമയത്ത് എപ്പോഴാണോ നമ്മൾക്കത് ഉചിതമായിരിക്കുന്ന സമയം, ആ സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്യുക? നമുക്ക് കാര്യങ്ങൾ നടത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നടക്കുന്നില്ല എന്നാലോചിച്ചിട്ട് ഒരിക്കലും നമ്മൾ വിഷമിക്കാൻ പാടില്ല. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണെങ്കിൽ നിശ്ചയമായിട്ടും അത് നടന്നിരിക്കും. അതിന് ഭഗവാൻ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി തരും. പക്ഷെ അത് സമയമാവുമ്പോഴേ അദ്ദേഹം നടത്തി തരും, അല്ലാണ്ട് അത് അദ്ദേഹം ഒരിക്കലും നടത്തി തരില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട. ഒരു കാര്യം ഇത്ര കാലമായി പ്രാർത്ഥിക്കുന്നു, ഭഗവാൻ അത് നടത്തി തന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ ബുദ്ധിയും ഭഗവാന്റെ ബുദ്ധിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് നടത്തി തരും. അതിന് കുറച്ച് സമയം വേണം, കാലപരിധി വേണം. അതുകൊണ്ട് ധൃതി വെക്കരുത് അദ്ദേഹത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ. അതാണ് പറയുന്നത് സത്തായിരിക്കുന്ന ഗതി. സത്തായിരിക്കുന്ന ഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലതായിരിക്കുന്ന ഗതി, അതായത് സമുത്കൃഷ്ടമായിരിക്കുന്ന ബുദ്ധിയുള്ളവൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നല്ല സമുത്കൃഷ്ടമായിരിക്കുന്ന ബുദ്ധിയുള്ള ഭഗവാൻ നിശ്ചയമായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഭഗവാനെ സദ്ഗതിഹ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് പറയുന്നത് എന്താ? സത്കൃതി എന്ന് പറയുന്നുണ്ട്. എന്താണ് സത്കൃതി എന്ന് പറഞ്ഞാൽ? ഞാൻ പെട്ടെന്ന് ഇന്ന് ക്ലാസ് എടുത്ത് പോകുന്നത് ഫോൺ കംപ്ലൈൻറ്റ് ആവും എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്. വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിലും മഞ്ജരീസിന്റെ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ഇട്ട് വെച്ചോളൂ. വീണ്ടും ഞാനത് നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോൾ സത്കൃതിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്തായിരിക്കുന്ന കൃതി, അതായത് ജഗത് രക്ഷണ സ്വരൂപമായിരിക്കുന്ന കൃതിയോട് കൂടിയവൻ. ഭഗവാൻ ജഗത് പിതാവാണ്, അല്ലെ? ജഗത് പിതാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുമ്പില് നമ്മൾക്ക് ഈ ഭൂമിയിലാണ് ബന്ധങ്ങളുള്ളത്. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ, മകൻ, ഭർത്താവ്, കുട്ടി, സുഹൃത്തുക്കൾ, ഈ ബന്ധങ്ങളെല്ലാം തന്നെ നമുക്ക് എവിടെയാണുള്ളത്? ഭൂമിയിലാണുള്ളത്. പക്ഷേ ഈ ഇഹലോകത്താണുള്ളത്. ഭഗവാന്റെ ലോകത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഭഗവാന്റെ മുമ്പിൽ തുല്യരാണ്. ആരും ഭഗവാന്റെ മുമ്പിൽ വ്യത്യസ്തരല്ല. അവിടെ പോയിട്ട് എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ മോനാണല്ലേ, എൻ്റെ ചേച്ചിയുടെ അച്ഛൻ്റെ മോനാണ്, ഈ വക ഡയലോഗ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണക്ഷൻസിനൊന്നും ഒരു പ്രസക്തിയും ഇല്ല. കാരണം ജഗത് പിതാവായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ജീവാത്മാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജഗക്ഷണസ്വരൂപമായിരിക്കുന്ന കൃതിയോടുകൂടിയിരിക്കുന്ന ആ ഭഗവാൻ നിശ്ചയമായിട്ടും നമ്മളുടെ പ്രാർത്ഥന കേൾക്കും. കുറച്ച് സമയം വേണം. ഇപ്പൊ നമ്മൾ ഒരു 2 വയസ്സായ കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരിക്കലും ഒരു കത്തി എടുത്ത് കൊടുക്കില്ല. കാരണം എന്താ? അവനത് പിടിക്കാനും അറിയില്ല, അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല, ഇനി അതിന്റെ ദുരുപയോഗം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്നും അവനറിയില്ല, അല്ലെ? അപ്പൊ എന്താ ഉണ്ടാവുക? ആ കുട്ടിക്ക് അതിൽ നിന്ന് ആപത്ത് വരും. എന്നാൽ ആ കുട്ടിക്ക് ഒരു 30 വയസ്സ് 20 വയസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാം അത് വളരെ മൂർച്ചയുള്ളതാണ്, അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാവും അങ്ങനെയാവും. അപ്പൊ എന്തായി? അവനത് എടുത്തു കഴിഞ്ഞാൽ പോലും നമ്മളത് നോക്കില്ല. അവനെന്തോ ആവശ്യത്തിന് എടുത്തു, അത് തിരിച്ചു വെച്ചോളും എന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതേപോലെ നമ്മൾ എത്ര വയസ്സായാലും നമ്മുടെ ശരീരത്തിനാണ് പ്രായം സംഭവിക്കുന്നത്, ആത്മാവിന് പ്രായം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിന് പ്രായം സംഭവിക്കുമ്പോൾ
ഭഗവാൻ അറിയാം ഏത് പ്രായത്തിൽ ഏത് സമയത്ത് എപ്രകാരം നമുക്ക് അനുഗ്രഹം ചൊരിയണം. ഏത് സമയത്താണോ നമുക്കൊരു കാര്യം നൽകേണ്ടത് അത് ഭഗവാൻ കൃത്യമായിട്ട് നൽകും. അതിന് നമ്മൾ ധൃതി വെക്കണ്ട, ഭഗവാന്റെ മുന്നിൽ പരാതി പറയേണ്ട, ഭഗവാനെ ഒഴിവാക്കണ്ട. ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കുറേ നാളായി പ്രാർത്ഥിക്കുന്നു, പക്ഷെ അദ്ദേഹം എനിക്ക് ഒന്നും നടത്തി തരുന്നില്ല, ഭഗവാനോടുള്ള വിശ്വാസമേ എനിക്ക് പോയി എന്ന്. അത് തീർത്തും വിഡ്ഢിത്തരമാണ്. കാരണം എന്താ അറിയോ, ഈ ജന്മം മാത്രമല്ല, കോടാനുകോടി ജന്മങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരുപാട് കാലത്തെ ജന്മം എടുത്ത നമുക്കറിയാം ഭഗവാൻ നമ്മൾക്ക് ഏത് ജന്മത്തിൽ എവിടെ വെച്ച് എന്ത് സ്വീകാര്യമാണോ അത് ചെയ്തു തരും. നമ്മൾ ഈ ജന്മം മാത്രമേ അറിയുന്നുള്ളൂ, പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജഗത് പിതാവായിരിക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ പരാതി പറയാനുള്ള യോഗ്യത നമുക്കില്ല എന്ന് തിരിച്ചറിയുക. ക്ലിയർ? ഇനി പറയുന്നു സത്ത. അപ്പോ സദ്ഗതി സത്കൃതി സത്ത. സത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? സജാതിയും വിജാതിയും സ്വഗതവുമായിരിക്കുന്ന ഭേദങ്ങളോട് കൂടാത്തവൻ. ഭഗവാന് ഒരിക്കലും എന്താണ് സ്വന്തം ജാതിയാണ്, അന്യജാതിയാണ്, അല്ലെങ്കിൽ ലിംഗഭേദങ്ങൾ, ജാതിമത ഭേദങ്ങൾ, ഇതൊന്നും ഭഗവാനില്ല. അതാദ്യം മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ ചോദിക്കും, പിന്നെ എന്താണ് അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കും. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ സംസ്കാരങ്ങളാണ് കൂടുതൽ അറിയുന്നത്, മറ്റുള്ള സംസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് അറിയില്ല. ഇപ്പൊ ആഫ്രിക്കയിൽ ഒരു കല്യാണം നടക്കാന്ന് കരുതുക, എക്സാമ്പിൾ. ഈ ആഫ്രിക്കൻ ആളുകളുടെ ഇടയിലുള്ള വിവാഹത്തിന്റെ രീതികൾ വ്യത്യസ്തമാണ് നമ്മുടെ ഹൈന്ദവ വിവാഹത്തിൽ നിന്നും അല്ലെ. തീർത്തും വ്യത്യസ്തമാണ്. അവർക്ക് എന്തൊക്കെയോ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതികളുണ്ട്. എന്തിനു പറയണം, കേരളത്തിൽ തന്നെ അങ്ങോളം ഇങ്ങോളം നോക്കിയാൽ വ്യത്യസ്തമായ രീതിയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കും, വ്യത്യസ്തമായിരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകൾ എല്ലാം ഉണ്ട് അല്ലെ. അപ്പോ അതേപോലെ ഓരോ മതമായിട്ടും നമ്മൾ ഗോത്രങ്ങൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ടാണ്, മനുഷ്യജാതിയിലുള്ള ഡിസിപ്ലിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ ആ ഡിസിപ്ലിൻ വ്യവസ്ഥയിൽ ഓരോരുത്തർക്കും അവരുടേതായ സംസ്കാര രീതികളുണ്ട്. ആ രീതികൾ അനുസരിച്ചിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ, ഇപ്പൊ ക്രിസ്ത്യൻ ചർച്ചിൽ പോകുമ്പോൾ കുളിച്ചിട്ട് പോകണം എന്നുള്ള നിർബന്ധമല്ല. അവർ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് അവർ പോകും. മുസ്ലിംസിൽ പോവുകയാണെങ്കിൽ എപ്പോഴും അവർക്കും അവരുടേതായ ഓരോ രീതികളുണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിൽ പോകാൻ നിർബന്ധമായിട്ട് തല കുളിച്ചിട്ട് വേണം പോകാൻ, അല്ലാതെ പോകാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ തല കവർ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, കവർ ചെയ്യാനും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതേ നോർത്ത് ഇന്ത്യയിൽ പോയ ഹിന്ദുക്കൾ കവർ ചെയ്യും. അപ്പോൾ അതുപോലെ നോക്കുകയാണെങ്കിൽ പല പല സംസ്കാരങ്ങളും പല പല രീതികളും പല രീതിയിലുള്ള ആചാരാനുഷ്ഠാന സമ്പ്രദായങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ഒരു അറിവ് നമ്മൾക്ക് കുറയുന്നത് കൊണ്ടാണ് നമ്മളുടെ പല സ്ഥലങ്ങളിലേക്കും പല റെസ്ട്രിക്ഷൻസ് വെച്ചത്. അതൊരിക്കലും മനുഷ്യനെ വേർതിരിക്കുന്നതാവരുത്. അതുകൊണ്ട് മനുഷ്യന്റെ മതത്തിന്റെ പേരിൽ ഒരു വഴക്കിന് ആരും ഒരിക്കൽ നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. മനുഷ്യനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വഴക്കിന് നിൽക്കരുത്. മനുഷ്യൻ മനുഷ്യനായി കാണുക. ജാതിയുടെയും മതത്തിന്റെ പേരിൽ അവനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറ്റി നിർത്തരുത്. ഓക്കെ. പിന്നെ സദ്ഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്സ്വരൂപനും ചിതാത്മകനുമായിരിക്കുന്ന അബാധിതനും പല പ്രകാരത്തിൽ ഭാസിക്കുന്നവനുമായിരിക്കുന്ന പരമാത്മ സ്വരൂപി. ഭഗവാനെ നമ്മളിപ്പോൾ ഉണ്ണിക്കണ്ണാന്ന് വിളിച്ചാൽ ഉണ്ണിക്കണ്ണനായിട്ട് വരും, ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ ഗുരുവായൂരപ്പനായിട്ട് വരും. ഏത് രീതിയിൽ ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നു ആ രീതിയിൽ വരും. ഇനി ഇതിന്റെ എല്ലാം പുറമെ അർജുനന് വിരാട് രൂപം കാണിച്ചു കൊടുത്തതുപോലെ ഭഗവാൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വരും. അപ്പൊ ഭഗവാൻ പല രീതിയിലാണ് വിചാരിക്കുന്നത്, പല രീതിയിൽ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്, നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ എന്ത് ഭാവത്തിൽ ആരാധിക്കുന്നോ ആ രീതിയിലായിരിക്കും ഭഗവാൻ എന്നോട് കൂടി ചേരുന്നത്. മറ്റൊരാൾ ഏത് രീതിയിൽ ആരാധിക്കുന്നോ അവരോട് ആ രീതിയിലായിരിക്കും കൂടി ചേരുന്നത്. അപ്പൊ പല ഭാവങ്ങളിൽ പല രീതികളിൽ വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളിൽ പല നിമിഷങ്ങളിൽ നമുക്കറിയാത്ത, ചിലപ്പോൾ സ്വപ്നത്തിൽ വരാം, ചിലപ്പോൾ നേരിട്ട് ഭഗവാൻ വരാം. നമുക്ക് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയില്ല. കാരണം എന്താ, നമുക്ക് അതിന് മാത്രമുള്ള ക്വാളിറ്റി ഇല്ല. നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എന്താ പറയാ, ഒരുപാട് രീതിയിൽ ഭഗവാൻ നമ്മൾക്ക് ദർശനം നൽകും. നമ്മൾ ഏത് ഭാവത്തിൽ ആരാധിക്കുന്നോ ആ ഭാവത്തിൽ ഭഗവാൻ നമ്മളോട് കൂടി ചേർന്നിരിക്കും. ഗോപികമാരെ ആരാധിക്കുന്നത് പോലെയല്ല യശോധാമ കൊണ്ടുവരുന്നത് അല്ലെ. ഗോപികമാർക്ക് അദ്ദേഹം ഒരു കാമുകനായിരുന്നു, എന്നാൽ ഗോപാലന്മാർക്ക് അദ്ദേഹം സുഹൃത്തായിരുന്നു, എന്നാൽ യശോധാമയ്ക്ക് ഒരു മകനായിരുന്നു. അങ്ങനെ പല രീതിയിൽ കൂറൂരമ്മയ്ക്ക് നോക്കുകയാണെങ്കിലോ വില്ലമംഗലം സ്വാമിയാർക്ക് നോക്കുകയാണെങ്കിലോ, അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ആരാധനാ രീതികളാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന ആരാധനാ രീതിയിലൂടെ ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഒന്നാണ്. ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അല്ലെ. ഇപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാനായിരിക്കില്ല ചിലപ്പോൾ ലൈവ് ഓഫ് ചെയ്ത് വീട്ടിലെല്ലാവരോടും സംസാരിക്കുമ്പോൾ. ഇത് വിട്ടിട്ട് ലൊക്കേഷനിൽ പോയാൽ അവിടെ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല, സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കില്ല, സുഹൃത്തുക്കളുടെ കൂടെ കൂടുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ എല്ലാത്തിനും ഒരു വ്യത്യസ്തതയുണ്ട്.
ആ വ്യത്യസ്ത മനോഭാവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണ്, ഭഗവാൻ എപ്പോഴും നമ്മളോട് ഒരു അടുപ്പമുണ്ട്. പക്ഷെ ആ അടുപ്പം ഒരിക്കലും എങ്ങനെയല്ല, വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ നമ്മൾ ആരാധിക്കുന്ന രീതിയിൽ നമ്മളോട് കാണിച്ചാലും ആ ഇരിക്കുന്ന ഭഗവാൻ ഒന്നാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ജാതിയില്ല, മതമില്ല, ലിംഗഭേദങ്ങളില്ല. ഏത് ഭാവത്തിൽ എവിടെ ഇരുന്നാലും ഭഗവാൻ നമ്മുടെ വിളി കേൾക്കുന്നുണ്ട്. യഥാസമയത്ത് നമുക്ക് അനുഗ്രഹം നൽകാൻ ഭഗവാൻ റെഡിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെന്താ പറയണത്, സത്പരായണ എന്ന് പറയുന്നത്. സത്പരായണം എന്ന് പറഞ്ഞാൽ തത്വദർശികളായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഉത്കൃഷ്ടമായിരിക്കുന്ന സ്ഥാനമായവൻ. അപ്പൊ ഇവിടെ പറയുന്നു തത്വദർശികളായിരിക്കുന്ന സജ്ജനങ്ങൾക്ക്. സജ്ജനങ്ങൾ എപ്പോഴും തത്വത്തെ ആഗ്രഹിച്ചിരിക്കണം. ധർമ്മം, തത്വം, സത്യം, നീതി, ന്യായം, ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു അന്യായം ചെയ്ത് ഭഗവാന്റെ മുമ്പിൽ പോയാൽ ഭഗവാൻ ചിരിച്ചുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഭഗവാൻ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുക, കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കും. ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ ഭഗവാനോട് ഇടപെടേണ്ടത് എന്നുള്ളത് ഭഗവാൻ കൃത്യമായിട്ട് പഠിപ്പിക്കും. അല്ലാണ്ട് ഒരിക്കലും ആ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഭഗവാൻ നിശ്ചയമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തും. അല്ലാതെ ഭഗവാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ നിൽക്കില്ല. ഭക്തനാണെന്ന് പറഞ്ഞാൽ കൂടി ഭഗവാൻ എന്ത് ചെയ്യില്ല, ന്യായീകരിക്കില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എന്ത് തെറ്റാണോ ചെയ്യുന്നത് ആ തെറ്റ് ഭഗവാൻ നമ്മളെ കർമ്മ എന്ന് പറയുന്ന സത്യത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തും. അതിന് യാതൊരു സംശയമില്ല, ഭഗവാൻ അത് ചെയ്തിരിക്കും. അപ്പോൾ തത്വദർശനം അത് ഭഗവാന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, തത്വം, ധർമ്മം, നീതി, ന്യായം, ഇതിലൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉത്കൃഷ്ടമായിരിക്കുന്ന സ്ഥാനമായവൻ. നമ്മൾ ഒരു തെറ്റായ പ്രവണതയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ ആരാധിക്കാൻ കഴിയില്ല. ഭഗവാനോട് കൂടി യോഗം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. തികഞ്ഞ ആ ഒരു ആത്മസമർപ്പണത്തോടെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഭഗവാൻ സാത്വികമാണ്, ഭഗവാൻ സത്യമാണ്. അതർവൈസ് തെറ്റായ വഴിയിൽ പോകുന്ന ഒരാൾക്ക് എപ്പോഴും സുഖമുണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആത്മസംതൃപ്തി ഉണ്ടാവും. അയാൾ ഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ മായയിൽ ജീവിക്കുന്നവനാണ്. ദുഃഖം അറിയുന്നവനും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവൻ്റെയും കൂടെ ഗുരുവായൂരപ്പൻ ഉണ്ടാവുന്ന ആ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല. നമ്മൾക്ക് ഈ ഭൂമിയിൽ വേണ്ടത് സുഖമല്ല, സമാധാനമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാതാജി അപ്പൊ ദുഃഖം വന്നാൽ എങ്ങനെയാണ് മനസ്സമാനം ഉണ്ടാവുന്നത്? ഇത്രയധികം ദുഃഖങ്ങളിലൂടെ കടന്നു പോയിട്ടും നമുക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, മരുന്നുണ്ട്, ഉറങ്ങാൻ സ്ഥലമുണ്ട്, നമ്മൾ നശിച്ചിട്ടില്ല അല്ലെ? എന്നാൽ സുഖലോലുപത്തിലൂടെ പോകുന്ന എത്രയോ വ്യക്തികൾ നശിച്ചു പോയിട്ടുണ്ട്. പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന എത്രയോ പേര് സ്വയം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് സമാധാനം ഇല്ലാണ്ടാണ് അവരത് ചെയ്തത്? ഒരിക്കലുമല്ല. ഈശ്വരനില്ലെങ്കിൽ നാശം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഈശ്വരനില്ലേ നാശം ഉറപ്പാണ്. എന്നാൽ ഈശ്വരൻ ഉണ്ടോ? ഒരിക്കലും നമ്മൾ നശിക്കില്ല, നമ്മൾ ഒരിക്കലും നശിച്ചു പോവില്ല. കാരണം ഭഗവാന്റെ കൺട്രോളിലാണ് നമ്മൾ. ക്ലിയർ? ഇനി പറയുന്നു ശൂരസേനഹ. ശൂരസേനഹ എന്താ ശൂരസേനഹ എന്ന് പറഞ്ഞാൽ ശൗര്യശാലികളായിരിക്കുന്ന സൈനികന്മാരുള്ള സേനയോടുകൂടിയാണ്. ഭഗവാന്റെ സേനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരം ശക്തിയാണ്. ആ ഭഗവാന്റെ ശക്തി നമുക്കറിയാം. അപ്പൊ ഭഗവാന്റെ സേനകളോ, ഭഗവാൻ നന്നായിട്ട് ട്രെയിനിങ് കൊടുത്തു വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ശൂരസേനകളാണ് ഭഗവാന്റെ സേനകൾ. ഭഗവാന്റെ ഭക്തർക്ക് ഒരു വിഷമം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ സേനകൾ വെറുതെ ഇരിക്കില്ല എന്ന് ആലോചിക്കുക. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ ഭക്തരെ വേദനിപ്പിക്കാൻ പോകരുത്, വിഷമിപ്പിക്കാൻ പോകരുത്, അവരെ അപമാനിക്കാൻ പോകരുത്, ഒന്നിനും പോകരുത്. നമ്മൾ മിണ്ടാതിരിക്കുക. കാരണം എല്ലാം തീരുമാനിക്കേണ്ടത് ഭഗവാനാണ്, നമ്മളല്ല തീരുമാനിക്കേണ്ടത് അല്ലെ? ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ഭക്തരെ വേദനിപ്പിക്കാനോ എന്തിനെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ വരുന്നതിനേക്കാളും പോയി ഭഗവാന്റെ സേന വരും. അതിനുള്ള ഉത്തരം ഭഗവാന്റെ സേനകൾ കൊടുത്തിട്ടേ ഭഗവാൻ ഇടപെടത്തുള്ളൂ. അപ്പൊ അത്രയും ശൗര്യശാലികളായിരിക്കുന്ന സേനകളുള്ള ആളാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ സേനകളെ കുറിച്ച് അറിയാലോ, നമ്മൾ മഹാഭാരതത്തിലൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്താ ചെയ്യാൻ പാടില്ലാത്തത്? ഭഗവാന്റെ ഭക്തരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. കാരണം ശൂരസേന ഭഗവാന്റെ കയ്യിലുണ്ട്. സേനകളുടെ അക്രമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് തടുക്കാൻ പറ്റില്ല. ഇനി യദുശ്രേഷ്ഠ. യദുശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ യദുവംശജരിൽ പ്രധാനിയായവനാണ് ഭഗവാൻ. യദുവംശജിൽ ഏറ്റവും ആ വംശത്തിൽ തന്നെ പ്രധാനം അർഹിക്കുന്ന ആളാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യദുശ്രേഷ്ഠ എന്ന് വിളിക്കുന്നത്. ഇനിയോ സന്നിവാസ. സദ്ഗതി, സത്കൃതി, സത്താ, സദ്ഭൂതി, സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന എന്ന് പറയുന്നുണ്ട്. ഈ സന്നിവാസ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്തുക്കളായിരിക്കുന്ന വിദ്വാൻമാർക്ക് ആശ്രയമായവൻ. നമ്മൾ ഒരുപാട് ഭഗവാന്റെ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, സത്സംഗം കേൾക്കുന്നു, കീർത്തനം ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഭഗവാന്റെ വഴിയിലൂടെ ഭഗവാനിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആ മനുഷ്യരെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? സത്തുക്കൾ എന്ന് പറയുന്നത്. അവർ നല്ല ജന്മങ്ങളാണ്.
ഭഗവാനെ ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരായാലും അവർ സത്തുക്കളാണ്. അവർക്ക് ഭഗവാന്റെ വഴി മതി, ഭഗവാൻ മതി. തെറ്റായ വഴിയിലൂടെ നമുക്ക് ഒരിക്കലും ജയം വേണ്ട. കുറേ കഷ്ടപ്പെട്ടാലും നമ്മൾ ശരിയായ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ മതി എന്ന ബോധമുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നല്ല വ്യക്തികൾ എന്ന് വിളിക്കുന്നത്. അവർ സത്തുക്കളാണ്. അപ്പൊ അങ്ങനെയുള്ള സത്തുക്കളായിരിക്കുന്ന വിദ്വാൻമാർക്ക്, അവർ വിദ്വാൻമാരാണ്, അറിവുള്ളവരാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് നല്ല അറിവുണ്ട്. ആ അറിവുള്ളവർക്ക് ആശ്രയമാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. റിമോട്ട് എടുത്തേ. ഭഗവാൻ എന്ന് പറയും. എന്നാൽ തെറ്റായ വഴിയിലൂടെ പോയിട്ട് എളുപ്പം ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും എന്ത് സംഭവിക്കില്ല? ഭഗവാന് ലഭിക്കില്ല എന്ന് ആലോചിക്കുക. കാരണം അവർക്ക് ഭഗവാൻ ഇല്ല എന്ന് തന്നെ പറയാം. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ ഭഗവാൻ കൂടെയുള്ള ആ സത്തുക്കൾക്ക്, ആ വിദ്വാൻമാർക്ക് എന്നും ആശ്രയമായിരിക്കുന്ന ആൾ ആരാണ്? ഭഗവാനാണ്. അപ്പൊ നല്ല വഴിക്കും ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും വഴിക്ക് നമുക്ക് എന്ത് കിട്ടൂ? ഭഗവാന് ലഭിക്കൂ. അപ്പൊ അങ്ങനെയുള്ള യദുവംശജരിൽ പ്രധാനിയായിരിക്കുന്ന സത്തുക്കളായിരിക്കുന്ന വിദ്വാൻമാർക്ക് ആശ്രയമായിരിക്കുന്ന ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആശ്രയിക്കേണ്ടത്. അനു നാളെ വിളിച്ചോളൂ അനു, ഞാൻ ഇന്ന് നല്ല ടയർഡാണ്. ഇപ്പൊ വൈകുന്നേരമാണ് ഞാൻ വന്നത്. ക്ലാസ്സും കൂടി എടുത്ത് എനിക്ക് കുറച്ച് നേരം കിടക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആകെ ടയർഡായി പോകും. ഓക്കെ, നാളെ വിളിച്ചോളൂ കേട്ടോ. നാളെ രാവിലെ ഒന്നും വിളിക്കണ്ട, വൈകിട്ട് വിളിച്ചാൽ മതി. കാരണം നാളെ രാവിലെ എഴുന്നേറ്റ് രാവിലെ വീട്ടിലെ പൂജ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ജിമ്മിൽ പോയി തിരിച്ച് വന്ന് കുക്ക് ചെയ്ത് പിന്നെ ഡബ്ബിങ് ഉണ്ട്, അതിന് പോയി ഉച്ചയ്ക്ക് വന്ന് ഫുഡ് കഴിച്ച് വീണ്ടും തിരിച്ച് സ്റ്റുഡിയോയിൽ പോയി അത് കഴിഞ്ഞ് വന്ന് ആ സമയത്ത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ ഒന്ന് വിളിച്ചോളൂ. ഓക്കെ, പിന്നെ വൈകിട്ട് പൂജയായി ക്ലാസ്സായി, അതുകൊണ്ട് വൈകിട്ട് വിളിച്ചാൽ മതി, രാവിലെ വിളിക്കണ്ട. പിന്നെന്താ പറയുന്നത്? സുയാമുന എന്ന് പറയുന്നു. എന്താണ് സുയാമുന എന്ന് പറയുന്നത്? ശോഭനന്മാരും യമുനാ സംബന്ധികളുമായിരിക്കുന്നവരാൽ പരിവേഷ്ടനം ചെയ്യപ്പെട്ടവൻ, അല്ലെ? യമുനാ സംബന്ധികളായിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ആ യമുനാ തീരത്ത് താമസിച്ചവര്. ഇനി ദ്വാരകയിലാവട്ടെ, അല്ലെങ്കിൽ ഭഗവാൻ എവിടേക്ക് ഉണ്ടായിരുന്നു അവിടെയൊക്കെ, ഭഗവാൻ വൃന്ദാവനത്തിലാവട്ടെ, നന്ദഗോപരുടെ ഗൃഹത്തിലാവട്ടെ, എവിടേക്ക് ഭഗവാൻ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഭഗവാനോട് ചുറ്റി കുറേ ആൾക്കാരുണ്ടായിരുന്നു, അല്ലെ? ആ കുറേ ആൾക്കാരോട് കൂടി എല്ലാ സ്നേഹ പരിലാളനങ്ങളോടും കൂടിയാണ് ഭഗവാൻ ജീവിച്ചു വന്നത്. അതൊന്ന് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ എല്ലാവർക്കും ഭഗവാനെ ഇഷ്ടമായിരുന്നു. ഭഗവാനോട് എതിർപ്പുള്ള കുറച്ച് അസുരന്മാർക്ക് മാത്രമാണ് അദ്ദേഹത്തിനോടുള്ള ഭയം കൊണ്ടാണ് ശരിക്കും അവർ ഭഗവാനെ ഇല്ലാതാക്കണം എന്ന് വിചാരിച്ചത്. പക്ഷെ ഭഗവാൻ അവർക്കും നൽകിയത് എന്താണ്? മരണത്തിലൂടെ മോക്ഷമാണ് നൽകിയത്. ഭഗവാൻ അവരുടെ ആത്മാവിനെ നശിപ്പിച്ചിട്ടില്ല, ശരീരത്തെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ അവർക്ക് മോക്ഷമാണ് കൊടുത്തിരിക്കുക. അപ്പൊ ഭഗവാൻ ആരെയും ദ്രോഹിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയ, എല്ലാവരോടും കരുണയുള്ളവനാണ് ഭഗവാൻ. അങ്ങനെ ആ യമുനാ തീരത്ത് ഉണ്ടായിരുന്ന എല്ലാവരാലും സ്നേഹ പരിലാളനങ്ങളോടുകൂടി ആണ് ഭഗവാൻ എന്തായത്? ഇങ്ങനെ നമസ്തേ ഭഗവാൻ പരിവേഷ്ടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ഉയർന്ന അത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഒരിക്കലും നമ്മൾ പരാതികൾ പറയരുത്. ഓക്കെ, ശാന്തി മാതാജി, താങ്ക് യു സോ മച്ച്. എന്താ പറയാ, റൈറ്റ് ടൈം മാതാജി അവർക്കുള്ള ആൻസർ കൊടുത്തു. താങ്ക് യു. ഇതാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലരും ഓരോന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ കൊടുക്കാനിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് ബ്രേക്ക് ആവും. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കറക്റ്റായിട്ട് അതിന് ആൻസർ കൊടുത്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. ശാന്തി മാതാജി, അനു മാതാജിക്കുള്ള ആൻസർ കൊടുത്തു. താങ്ക് യു സോ മച്ച്. ഇതാണ് ഭഗവത് സേവനം എന്ന് പറയുന്നത്. യഥാസമയത്ത് ഭക്തർക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത്. സമയക്കുറവ് കൊണ്ട് പോലും ഓട്ടം കൊണ്ടും ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല, പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നും അലേർട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പഠിച്ചു 75ാമത്തെ ശ്ലോകം. സദ്ഗതി സത്കൃതി സത്ത സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന. ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. സത്തായിരിക്കുന്ന ഗതി, അതായത് സമുത്കൃഷ്ടമായിരിക്കുന്ന ബുദ്ധിയോടുകൂടി, സത്തായിരിക്കുന്ന കൃതി, അതായത് ജഗക്ഷണ സ്വരൂപമായിരിക്കുന്ന കൃതിയോട് കൂടിയിരിക്കുന്ന, സുജാതിയും വിജാതിയും സ്വഗതവുമായിരിക്കുന്ന ഭേദങ്ങളോട് കൂടാതെ ഇരിക്കുന്ന, അതായത് മറ്റു ജാതി അങ്ങനെ ഇങ്ങനെ ജാതി വ്യവസ്ഥ ഇല്ലാത്ത, സത്സ്വരൂപനും ചിതാത്മകനുമായിരിക്കുന്ന, അബാധിതനും പല പ്രകാരത്തിൽ ഭാസിക്കുന്നവനുമായിരിക്കുന്ന, പരമാത്മ സ്വരൂപിയായിരിക്കുന്ന, തത്വദർശികളായിരിക്കുന്ന സജ്ജനങ്ങൾക്ക് ഉത്കൃഷ്ടമായിരിക്കുന്ന സ്ഥാനമായിരിക്കുന്ന, ശൗര്യശാലികളായ സൈനികന്മാരുള്ള സേനയോട് കൂടിയിരിക്കുന്ന, യദുവംശജരാൽ പ്രധാനിയായിരിക്കുന്ന, സത്തുക്കളായിരിക്കുന്ന ജനങ്ങൾക്ക്, വിദ്വാൻമാർക്ക് എന്നും ആശ്രയമായിരിക്കുന്ന,
ശോഭനന്മാരും യമുനാ സംബന്ധികളുമായിരിക്കുന്നവരാൽ പരിവേഷ്ടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഭഗവാന്റെ തൃപാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. അപ്പൊ ആ ഗുരുവായൂരപ്പനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൃദയത്തോടു കൂടി ചേർത്ത് പിടിക്കണം. അല്ലാതെ ഭഗവാനെ എനിക്ക് അത് തന്നില്ലല്ലോ ഇത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പരാതിയൊന്നും പറയരുത്. ഭഗവാൻ തരേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തരും. എപ്പോഴാണോ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് ആ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാതോർത്തിരിക്കുക. ഭഗവാൻ തരും, തരാതിരിക്കില്ല. അത്രയും ദയാലുവാണ് ഭഗവാൻ. ഇത്രയും ദുഷ്ടന്മാരായിരിക്കുന്ന അസുരന്മാർക്ക് പോലും മരണമെന്ന മോക്ഷം, മരണത്തെ കൊടുത്ത് മോക്ഷം നൽകിയ ആ ഭഗവാൻ നമ്മളെ പോലെയുള്ള എന്താ പറയുക, അത്രയും ഭഗവാനെ സ്നേഹിക്കാൻ വെമ്പിക്കൊണ്ട് നടക്കുന്ന, ഭഗവാന്റെ ആ ഒരു ഭക്തിയോടുകൂടി ഉയരാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പോലെയുള്ളവരെ ഭഗവാൻ അനുഗ്രഹിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഓക്കെ, നമ്മൾ ഈശ്വരനാമം ജപിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ നമ്മുടെ കൂടെ വരും. ക്ലിയർ? ഇനി പറയുന്നു 76ാമത്തെ ശ്ലോകം. ഭൂതാവാസോ വാസുദേവ, ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ, ഭൂതാവാസു വാസുദേവ സർവാസു നിലയോ അനല ദർപ്പഹ ദർപ്പധോ ദൃപ്തോ ദുർധരോ അധാപരാജിത. അധാപരാജിത എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഭൂതാവാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവഭൂതങ്ങൾക്കും നിവാസസ്ഥാനമായവൻ. എല്ലാ ഭൂതങ്ങളും, ഭൂതം എന്ന് പറയുമ്പോൾ പ്രേതാണോ? ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും ഒരു ഭൂതമാണ്. അതായത് നമ്മൾ ഭൂതാണെന്നല്ല പറയുന്നത്, എന്താ പറയുക, ഈ ജീവജാലങ്ങളെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് ഭൂതം എന്ന് പറയുന്നത്. ഈ എല്ലാ ജീവജാലങ്ങൾക്കും, അത് 84 ദശലക്ഷം ജീവി വർഗങ്ങളാവട്ടെ, എന്തു ആവട്ടെ, പുരുഷന്മാരാവട്ടെ, മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, സർവഭൂതങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന, സർവഭൂതങ്ങളും വസിക്കുന്നത് എവിടെയാണ്? ഭഗവാനിലാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ഭൂതാവാസ എന്ന് പറയുന്നത്. എല്ലാം കുടികൊള്ളുന്നത് ഭഗവാനിലാണ്. അപ്പൊ അതുകൊണ്ട് ഭൂതാവാസ വാസുദേവ. വാസുദേവ എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നവരും ദേവനുമായവൻ. വാസുദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നവൻ. എങ്ങനെയാണ് ഭഗവാൻ മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നത്? ഈ ലോകത്തിനോട് നമുക്ക് ഭയങ്കര അട്രാക്ഷനാണ് അല്ലെ? ഭയങ്കര ഭംഗിയുള്ള ലോകം, അയ്യോ ഇവിടുന്ന് മരിച്ചു പോണ്ട, നമ്മൾ ഇവിടെ തന്നെ അങ്ങ് ജീവിച്ചാൽ മതി എന്നൊരു ചിന്തയാണ് നമുക്ക്. അപ്പൊ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിനോട്, ഈ ഭൗതിക ലോകത്തിനോട് നമുക്ക് ഭയങ്കര അട്രാക്ഷനാണ്. ഇത് ഒരു തരം മായയാണ്. നമ്മൾ ഈ കാണുന്ന ഭൂമിയുടെ അതേ കോപ്പി ഭഗവാന്റെ ലോകത്തുണ്ട്. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, ഗോലോകത്തുണ്ട്. പക്ഷെ അവിടെ എന്താണ്? ശത്രുതയില്ല, പ്രശ്നങ്ങളില്ല, ഭഗവാന്റെ ഭക്തരായിരിക്കുന്നവർ മാത്രമുള്ള സ്ഥലം. അവിടെ സ്നേഹം, കരുണ, ദയ, നീതി, ന്യായം, ധർമ്മം, സത്യം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ എപ്പോഴും സന്തോഷമാണ്. ക്ലിയർ? നമുക്ക് എപ്പോഴും സന്തോഷമാണ്. ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്നതും സ്വന്തം വീട്ടിൽ നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ? എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നല്ല. ചിലവർക്ക് സ്വന്തം വീടായിരിക്കും പ്രശ്നം, ചിലവർക്ക് ഭർത്താവിന്റെ വീടായിരിക്കും പ്രശ്നം. എന്നിരുന്നാൽ കൂടി ഞാൻ പറയാണ്, ഇനിയിപ്പോ ഇതെല്ലാം വിട്ട് നമ്മൾക്കൊരു സ്വന്തം വീട് നമ്മുടേതെന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഫ്രീഡമാണ്. അപ്പൊ അതേപോലെ ഭഗവാന്റെ ആ ലോകത്ത് അവിടെ നമുക്ക് എപ്പോഴും സമാധാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് എന്താണ് ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം അവിടെ ഭഗവാനുണ്ട്. അപ്പൊ എന്നാൽ ഈ ഭൂമിയിൽ എങ്ങനെയാണ്? ഒന്ന് അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയുമ്പോൾ പ്രശ്നങ്ങളാണ്. 2 ദിവസം സമാധാനത്തിൽ ഇരുന്ന 3-ാമത്തെ ദിവസം നമുക്ക് പ്രശ്നങ്ങളായി, ടെൻഷനായി, വയ്യായികളായി. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരു ലോകം ഭഗവാന്റെതുണ്ട്. അപ്പൊ ഇതെല്ലാം ഉള്ള ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ഇവിടത്തോടാണ് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ വരുന്നത്. ദാറ്റ് ഈസ് മായ. മനസ്സിലായി? ഇത് മായയാണ്, ഇത് മായാ ലോകമാണ്. ഈ ലോകം ഭഗവാൻ 4 യുഗങ്ങൾ കഴിയുമ്പോൾ നശിപ്പിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് മഹാഭാരതത്തില്. വീണ്ടും ഭഗവാൻ ആ മായ കൊണ്ട് തന്നെ എന്തു ചെയ്യും? ഈ ലോകത്തെ ഭഗവാൻ നിർമ്മിക്കും. അപ്പം അതുകൊണ്ട് പറയുന്നു, മായ കൊണ്ട് ജഗത്തിനെ മൂടുന്നവനും, ഈ മായ കൊണ്ടാണ് ഭഗവാൻ ഈ ജഗത്തിനെ, ഈ ലോകത്തെ മൂടിയിരിക്കുന്നവനും, എന്നാൽ ഭഗവാൻ ദേവനുമാണ്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വാസുദേവ എന്ന് വിളിക്കുന്നു. മായ കൊണ്ട് ജഗത്തിനെ മൂടിയിരിക്കുന്ന ആ ദേവനെ നമ്മൾ വാസുദേവ എന്ന് വിളിക്കുന്നു. സർവാസു നിലയ, സർവാസു നിലയ, ഭൂതവാസോ വാസുദേവ സർവാസു നിലയോ എന്നാ പറയുന്നത്. സർവാസു നിലയ എന്ന് പറഞ്ഞാൽ എല്ലാ അസുക്കളും, അസുക്കൾ എന്ന് പറഞ്ഞാൽ പ്രാണൻ, എല്ലാ പ്രാണനുകൾക്കും ആശ്രയമായിരിക്കുന്ന സ്ഥലമാണ് ഭഗവാൻ അല്ലെ? എല്ലാ ജീവാത്മാക്കളും, നമ്മൾ വിചാരിക്കും മൃഗങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും അറിയില്ല. ഒരു പുഴുവിനായാലും ഭഗവാനോട് കണക്ഷൻ ഉണ്ടെന്നാ പറയുന്നത്. നമ്മളിപ്പോൾ മനസ്സിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കൃഷ്ണനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ പോകുന്നുണ്ട്. എല്ലാ ജീവാത്മാക്കളും ഭഗവാനെ തേടുന്നുണ്ട്. സമസ്ത ജീവാത്മാക്കളും ഭഗവാനെ തേടുന്നുണ്ട്. നമ്മൾ ഹൃദയം കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലെ അവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ജീവികളെയും നമ്മൾ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത് എന്ന് പറയുന്നത്. എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും പരമാത്മാവിന്റെ രൂപത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ ജീവാത്മാക്കളും ഈശ്വരനെ തേടുന്നുണ്ട്. അത് ആയതിനാൽ എല്ലാ പ്രാണനുകളും, എല്ലാ ജീവനുകൾക്കും ആശ്രയമായിരിക്കുന്നത് ആ സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്.
മറ്റൊരു ആശ്രയമില്ല. ആ ഗുരുവായൂരപ്പനാണ്, ഭഗവാനാണ് എല്ലാ ജീവാത്മാക്കൾക്കും ആശ്രയമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ സർവാസു നിലയ എന്ന് വിളിക്കുന്നു. സർവമായിരിക്കുന്ന അസു, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ. ആ സർവാസു എല്ലാ പ്രാണനുകൾക്കും സ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ, ആ ഗുരുവായൂരപ്പനെ നമുക്ക് നമസ്കരിക്കാം. ഇനിയോ അനല എന്ന് പറയുന്നുണ്ട്. സർവാസു നിലയോ അനല. അനല എന്ന് പറഞ്ഞാൽ ശക്തി സംബന്ധുക്കളുടെ അലംഭാവമില്ലാത്തവൻ. ഭഗവാനാണ് ഏറ്റവും ശക്തൻ അല്ലെ. എല്ലാ സമ്പത്തിനും ഉടമ ഭഗവാനാണ്, എല്ലാ ശക്തിയും ഭഗവാനാണ്. പക്ഷെ അതിന് ഒരു അഹംഭാവവും ഭഗവാനില്ല, ഒരു അലംഭാവവും ഇല്ല, ഒരു അഹംഭാവവും ഇല്ല. ഞാനാണ് സംഭവം എന്ന് പറയില്ലേ. ഏറ്റവും താഴെ വേദനിക്കുന്നവരുടെ കൂടെ നോക്കിയാൽ ഭഗവാൻ ഉണ്ടാവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും താഴെ ഒന്നുമില്ലാത്തവന്റെ കൂടെയാണ് ഗുരുവായൂരപ്പൻ നിൽക്കുക. എന്തെങ്കിലുമൊക്കെ ഭാവത്തിൽ എന്നെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ ഞാൻ എന്ന അഹങ്കാര ബോധത്തോടു കൂടി ജീവിക്കുന്നവന്റെ കൂടെ ഒരിക്കലും ഭഗവാനില്ല. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇവിടെ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് കുറെ ഇതൊക്കെ അർത്ഥങ്ങളൊക്കെ അറിയാം, അപ്പൊ ഞാനൊരു സംഭവമാണ്, എല്ലാവരും അതിന്റെ കാല് പിടിക്കണം. വെറും മൂഢമായ ചിന്താഗതിയാണ്. സത്യത്തിൽ ഞാനൊരു ബിഗ് സീറോ ആണ്. ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ എന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്ന ചിന്തയാണ് എനിക്കുള്ളിൽ വേണ്ടത്. അല്ലാതെ ഞാൻ എന്ന വ്യക്തിയുടെ അറിവാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഭാവം എനിക്ക് വരാൻ പാടില്ല. അങ്ങനെ എന്ന് വന്നോ ഭഗവാൻ ഈ ശബ്ദമേ സ്റ്റോപ്പ് ചെയ്ത് കളയും. പറയാൻ അടുത്തടുത്ത വാക്കുകൾ ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്നത് ഭഗവാനാണ്. ഒരു വേട് കഴിഞ്ഞ് അടുത്ത വേട് പറയണമെങ്കിൽ ഞാൻ ആലോചിക്കുന്നില്ല, ഭഗവാൻ എനിക്ക് ആ ബുദ്ധി നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ബുദ്ധിയിലൂടെ ഭഗവാൻ പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഞാൻ എന്ന വ്യക്തിയുടെ ഒരു അഹങ്കാര ബോധം ഉണ്ടാവാനേ പാടില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ എന്നും ഗീത വായിക്കും, ഞാൻ എന്നും വിഷ്ണു സഹസ്രനാമം ചൊല്ലും, ഞാൻ ഇത്രയൊക്കെ ചെയ്യണം, ഞാൻ കാലങ്ങളായി. ഇതൊന്നും നമ്മൾ പറയണ്ട. ഒരുപക്ഷെ കേൾക്കുന്ന വ്യക്തി അവരെക്കാൾ യുഗങ്ങളായിട്ട് എത്രയോ ജന്മങ്ങൾ കൊണ്ട് ചെയ്യുന്ന സേവയായിരിക്കാം ഇത്. അപ്പൊ നമ്മൾ ചെയ്തതിൻ്റെയോ പറഞ്ഞതിൻ്റെയോ കണക്ക് എവിടെയും പറയേണ്ട കാര്യമില്ല. അത് ചെയ്യാനൊരു മനസ്സ് തന്നത് ഭഗവാനാണ്, അത് ചെയ്യാനുള്ള ശക്തി തന്നത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തി സംബന്ധുക്കളുടെ അലംഭാവം ഇല്ലാതിരിക്കുന്ന ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആശ്രയിക്കേണ്ടത്. ഇത്രയും പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എളിമയാണ്. താഴ്മയിൽ നിൽക്കാനുള്ള മനോഭാവമാണ് വേണ്ടത്. അല്ലാതെ ഞാനെന്ന ഭാവത്തിൽ എപ്പോ നമ്മൾ ചിന്തിച്ചോ അവിടെ തീർന്നു. ആ വ്യക്തി ഒരു ബിഗ് സീറോ ആവാൻ ഒരു നിമിഷം മതി. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം വലുതായിരിക്കും. മനസ്സിലായില്ലേ? ചെറിയതായിട്ടൊന്ന് കാലൊക്കെ ഒന്ന് തെന്നി വീണ് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണാൽ പിന്നെ ജീവൻ ഉണ്ടാവില്ല. അപ്പൊ ഭഗവാൻ നമുക്ക് എത്രത്തോളം അറിവ് തരുന്നോ അത്രത്തോളം നമ്മൾ താഴേക്ക് വരാൻ ശ്രമിക്കുക. എത്രത്തോളം താഴേക്ക് വരാൻ പറ്റുമോ അത്രത്തോളം താഴേക്ക് വരിക. അല്ല എങ്കിൽ നമ്മൾ നാശമാണ് ഫലം. ഞാനെന്ന ഭാവത്തിൽ ഭഗവാന്റെ ഭക്തര് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. ആര് നമ്മളെ വഴക്ക് പറഞ്ഞോട്ടെ, ആര് ഒഴിവാക്കിക്കോട്ടെ, ആര് വിഷമിപ്പിച്ചോട്ടെ, ആര് സങ്കടപ്പെടുത്തിക്കോട്ടെ, നിങ്ങളുടെ തല ഇങ്ങനെ ആയിരിക്കണം. മനസ്സിലായില്ലേ? ഒരിക്കലും നിങ്ങൾ ആരാണ് എന്നെ പഠിപ്പിക്കാൻ, നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ, ആ ഒരു ഭാവം നമുക്ക് വേണ്ട. കാരണം നമുക്ക് വേണ്ടിയിട്ടുള്ളത് ആരാ? ഭഗവാനാണ്. എനിക്ക് എൻ്റെ ഭഗവാനോടെല്ലാം പറഞ്ഞാൽ എനിക്ക് അതിനുള്ള സൊല്യൂഷൻ ഉണ്ട് എന്ന ആ ഒരു വിശ്വാസമാണ് ഗുരുവായൂരപ്പന്റെ ഭക്തർക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരിക്കലും എനിക്കറിയാൻ ചോദ്യം ചെയ്യാം, ഞാൻ ചെല്ലും, ഞാൻ പറയും, എനിക്ക് എന്നാ സാധിക്കും, ഈ ചിന്ത ഉറപ്പായും നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്നല്ല ആര് പറഞ്ഞോട്ടെ ചോദിക്കാൻ പോണ്ട. ഞാനിപ്പോൾ എന്നെ കുറിച്ച് പലരും പലതും പറഞ്ഞു, ഞാൻ ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചോ? ഇല്ല. മുൻകാലങ്ങളിൽ മഞ്ചരീസുമായി പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ ആരെടുത്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ വന്നിട്ടില്ല. കാരണം എന്താ? നമ്മുടെ ഭഗവാനുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെ. ഇന്നല്ലെങ്കിൽ നാളെ എന്താണ് ധർമ്മം, എന്താണ് സത്യം അദ്ദേഹം തെളിയിക്കും, ഉറപ്പായിട്ടും തെളിയിക്കും. അദ്ദേഹത്തിന് സമയം കൊടുക്കുക പ്രവർത്തിക്കാൻ. നമ്മുടെ ജീവിതം ആ തൃപാദങ്ങളിൽ സമർപ്പിക്കുക. അദ്ദേഹം നമ്മുടെ ജീവിതം ഭദ്രമായിട്ട് കൊണ്ടു നടക്കും. അദ്ദേഹത്തിന് അറിയാം യഥാസമയത്ത് എന്താണോ ചെയ്യേണ്ടത്. യഥാ ഹി ധർമ്മസ്യ. അദ്ദേഹത്തിന് അറിയാം ഏത് സമയത്ത് എന്ത് എപ്പോ എവിടെ പ്രവർത്തിക്കണം. നമ്മൾ ചാടി കയറി ചങ്കൂറ്റത്തോടെ ഇറങ്ങി പോണ്ട. അതിനുള്ള യാതൊരു യോഗ്യതയും നമുക്കില്ല. ക്ലിയർ? പിന്നെ എന്തിനാണ് നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നത്? അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി ദർപ്പഹ. ദർപ്പഹ എന്ന് പറഞ്ഞാൽ അധർമ്മികളുടെ ദർപ്പത്തെ, അഹങ്കാരത്തെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ആരാണോ അധർമ്മം പ്രവർത്തിക്കുന്നത് ആ അധർമ്മികളുടെ അഹങ്കാരത്തെ ഭഗവാൻ നശിപ്പിക്കും. അത് നമ്മൾ പഠിച്ചതിന്റെ അതേ അർത്ഥമാണിത്. അഹങ്കാര ഭാവത്തിൽ ആരിയ്ക്കുന്നോ അവരെ ഭഗവാൻ ഇല്ലാണ്ടാക്കും. നമ്മൾ അതിന്റെ പിന്നാലെ പോണ്ട. മനസ്സിലായില്ലേ? നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഈ നാമവും ജപിച്ച് മിണ്ടാതിരിക്കുക. പ്രവർത്തിക്കേണ്ടത് ഭഗവാനാണ്. ഭഗവാൻ കൃത്യമായിട്ട് അത് പ്രവർത്തിക്കും. ആർക്കാണോ അഹങ്കാരമുള്ളത് അത് ഭഗവാൻ തീർത്തോളും. നമ്മൾ തീർക്കാൻ പോണ്ട. അതുകൊണ്ട് ഭഗവാൻ എന്ത് വിളിക്കുന്നു? ദർപ്പഹ. ദർപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം. ദർപ്പഹ ഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. ആരുടെ അഹങ്കാരത്തെ? അധർമ്മികളുടെ അഹങ്കാരത്തെ. ഇനിയോ
ഇനി ദർപ്പദ എന്ന് പറയുന്നുണ്ട്. ദർപ്പഹ കഴിഞ്ഞാൽ ദർപ്പദ എന്ന് പറയുന്നുണ്ട്. ദർപ്പദ എന്ന് പറഞ്ഞാല് ധർമ്മമാർഗസ്ഥിതർക്ക്, ദർപ്പ എന്ന് പറഞ്ഞാൽ ഗൗരവം എന്നാണ് അർത്ഥം. ഗൗരവത്തെ ദാനം ചെയ്യുന്നവൻ, അതായത് ധർമ്മത്തിന്റെ മാർഗത്തിൽ പോകുന്ന വ്യക്തികൾ ആരാണോ ആ വ്യക്തികൾക്ക് കുറച്ച് ഗൗരവം കൊടുക്കും ഭഗവാൻ. എന്താണ് ഗൗരവം? മുഖത്തിങ്ങനെ പിടിച്ചിരിക്കുന്നതാണോ ഗൗരവം? ഒരിക്കലുമല്ല. ഗൗരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ വീക്ഷിക്കാനുള്ള ബോധം, ആ ഗൗരവ ബോധം ഭഗവാൻ നൽകും. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയണം, മാതാജി ഇങ്ങനെയാണ് സംഭവം, അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി, അതാണിത്. ഞാൻ എന്താ പറയാ, അത് പോട്ടെ മാതാജി, നമുക്കിപ്പോൾ അത് സംഭവിച്ചു, ഇനി അതിനെ നമ്മൾ എങ്ങനെ മറികടക്കാം അതേക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം ശാന്തി മാതാജിക്ക് പലപ്പോഴും വിളിച്ചിട്ട്, മാതാജി എനിക്കിങ്ങനെ ഒരു കാര്യമുണ്ട്, ഇതുപോലെയാണ്, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പം ഞാൻ ഒറ്റ കാര്യം പറയും, ഒരേ ഒരു കാര്യം, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ കിടന്നിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കരുത്. ഹാപ്പൻഡ്, സംഭവിച്ചു, ഇനി അതിനൊരു സൊല്യൂഷനാണ് നമ്മൾ കാണേണ്ടത്. മനസ്സിലായില്ലേ? അതിന് ഒരു സൊല്യൂഷൻ കാണണം. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ നമ്മൾ മറികടക്കുന്നത്? നമ്മൾ കുറേ ബ്ലബ്ലേന്ന് സംസാരിച്ചിട്ടും ബഹളം ഉണ്ടാക്കാൻ പോയിട്ടും അടിപിടി കൂടിയിട്ടും ഒന്നും കാര്യമില്ല. നിശബ്ദമായി നിന്ന് ചിന്തിക്കുക. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുക, ഈ പ്രശ്നം വരാനുള്ള കാരണം എന്താണ്? എവിടെയാണ് എനിക്ക് തെറ്റിപ്പോയത്? ഞാൻ എവിടെയാണ് തീരുമാനമെടുത്ത് തെറ്റിയത്? ഇതെങ്ങനെയാണ് ഞാൻ സോൾവ് ചെയ്യുന്നത്? ഈ ചിന്തയാണ് നമ്മൾ ഗൗരവം എന്ന് പറയേണ്ടത്. ഗൗരവത്തോടു കൂടി ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണം. ആ ബോധം ഭഗവാൻ നൽകും. നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കാറില്ല, അയ്യോ ഞാൻ ആ സമയത്ത് അങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ ആ സമയത്ത് ഞാൻ അവിടെ എത്തിയില്ലേ, തീർന്നേനെ കാര്യം. ഈ ബോധം എങ്ങനെ നമുക്കുണ്ടായി? ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട്. നമ്മൾ അറിയാണ്ടാണ്. ഓരോ സെക്കൻഡും നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ വെക്കും, ഭഗവാനെ ഒരു വീട്, ഒരു 10 കോടിയുടെ ലോട്ടറി, ഭഗവാനെ എനിക്കൊരു ജോലി. ഈ സംഭവത്തിലേക്ക് നമ്മൾ എത്തുന്നതിൻ്റെ ആ വഴികളിൽ ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മളൊരു സ്ഥലത്തെത്തുന്നു വിചാരിക്കുക. നമ്മളുടെ ഡെസ്റ്റിനേഷൻ 4 മണിക്കൂറിലെത്തുന്ന ആ സ്ഥലം മാത്രമാണ്. പക്ഷെ ആ യാത്ര ചെയ്യുന്ന 4 മണിക്കൂറുകൾക്കുള്ളിൽ എത്ര സെക്കൻഡുകളുണ്ട്, എത്ര നിമിഷങ്ങളുണ്ട്, എത്ര മണിക്കൂറുകളുണ്ട്, എന്തെല്ലാം ഉണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം നമ്മളെ മനസ്സിലാക്കി നമ്മളെ കൂടെ ഭഗവാൻ ഉണ്ട്. ഓരോ നിമിഷവും അദ്ദേഹം നമ്മളുടെ കൂടെ എത്തുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ എത്തുന്ന സ്ഥലം മാത്രമേ നമുക്ക് ബോധം ഉണ്ടാവും. പക്ഷെ ആ എത്താൻ ഉപയോഗിക്കുന്ന ആ ഓരോ നിമിഷങ്ങളും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഓരോ സെക്കൻഡ്സും കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ നമ്മളുടെ കൂടെ ഓരോ സെക്കൻഡും യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് ഓരോ സമയത്തും എന്താണോ ചെയ്യേണ്ടത്, എന്താണോ പറയേണ്ടത്, എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, ഇത് നമ്മളെ പോലെയുള്ള വിഡ്ഢികളുടെ ബുദ്ധി അല്ലെന്നേ. നമ്മൾ ആരും അല്ല. ഇത് ഭഗവാൻ നമ്മൾക്ക് തരുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ നമ്മൾ ഗൗരവം എന്ന് വിളിക്കും. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു അവസ്ഥയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന തികഞ്ഞ ബോധം, അതാണ് എന്ത് ഗൗരവം എന്ന് പറയുന്നത്. അത് ഭഗവാൻ നമുക്ക് നൽകും. ഭഗവാനെ പ്രാർത്ഥിക്കുന്തോറും ഭഗവാൻ നമുക്ക് നൽകും. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരാണ് ധർപ്പദ എന്ന് പറയുന്നത്. ധർമ്മമാർഗസ്ഥിതർക്ക്, ധർമ്മത്തിന്റെ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കുന്ന വ്യക്തിക്ക് ഗൗരവത്തെ ദാനം ചെയ്യുന്നതാണ് ഭഗവാൻ. ആ ഭഗവാനെ നമ്മൾ ധർപ്പദ എന്ന് വിളിക്കുന്നു. ഇനി ദൃപ്ത. ദൃപ്ത എന്നാൽ ആത്മസ്വരൂപമായിരിക്കുന്ന അമൃതരസത്തെ ആസ്വദിക്കുക നിമിത്തം സന്തുഷ്ടനായവൻ. ആത്മസ്വരൂപമായിരിക്കുന്ന അമൃതരസത്തെ ആസ്വദിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ഭക്തര്, ആ ഭക്തരായിരിക്കുന്ന നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ഒരു ചിന്തയാണെങ്കിൽ ഭഗവാൻ അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ഭഗവാനെ കുറ്റപ്പെടുത്തി, കൃഷ്ണ നീ എനിക്ക് അത് തന്നില്ല, ഇത് വീട്ടിലൊരാളുണ്ടെന്ന് കരുതുക, ആ ആൾ നമ്മളോട് പറയണം, നീ എനിക്ക് ചോറ് തന്നില്ല, വെള്ളം തന്നില്ല, ചൂടുവെള്ളം തന്നില്ല, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടായി വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തലാണെങ്കിൽ നമുക്ക് എത്ര ഫീൽ ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം സങ്കടം ഉണ്ടാവും നമുക്ക്. ഇനി ചെയ്യാത്ത കാര്യത്തിന് ഇപ്പൊ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം തരാന്ന് പറഞ്ഞു, അവര് തന്നില്ല, ആ സമയത്ത് നമുക്കത് കിട്ടിയ ആപത്താണെന്ന് കരുതാം. അപ്പൊ അവരെ തന്നില്ല, അപ്പൊ നമ്മൾ അവരോട് പറയും ചോദിച്ചിട്ടും തന്നില്ല, അങ്ങനെ ഇങ്ങനെ. ചിലപ്പോൾ അവർ അതിനേക്കാൾ നല്ലത് നമുക്ക് കൊണ്ടുതരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കസിൻസോ നമ്മുടെ സിസ്റ്റേഴ്സോ ആരോടെങ്കിലും നമ്മളൊരു ഡ്രസ്സ് ചോദിച്ചു, അപ്പൊ അവര് ചിന്തിക്കും, ഷോ അവൾ എന്നോട് ചോദിച്ചു, അതാണെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം ഇട്ട ഒരു തുണി, ഞാൻ എങ്ങനെ ഇത് കൊടുക്കും? എടാ ഇത് വേണ്ട, ഞാൻ പിന്നെ പറഞ്ഞാൽ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് നമുക്ക് സങ്കടമായിരിക്കും. ഞാൻ അത്രയും ആഗ്രഹിച്ച് ചോദിച്ചിട്ട് അവൾ അത് തന്നില്ല, പിന്നെ പറഞ്ഞാൽ വാങ്ങിച്ചു തരാന്ന് പറയണു, പിന്നെ എനിക്ക് വേണ്ട നിന്റെ ഡ്രസ്സ്. ഇതാണ് ഗ്രാജുവലി ഒരു വീട്ടിൽ സംഭവിക്കുന്നത്. എന്നാൽ ആ ചോദിച്ച വ്യക്തിയുടെ ഉള്ളിലാണിത്. കൊടുക്കാൻ ഇഷ്ടമുള്ള വ്യക്തി എന്താ ചിന്തിക്കുക, അത് ഞാൻ ഒരുപാട് തവണ ഇട്ടതാണ്, അത് കൊടുക്കണ്ട, അവർക്ക് പാവാക്ക് ഇല്ലാഞ്ഞിട്ട് ചോദിച്ചാണ്, നല്ല ഒരെണ്ണം പുതിയത് വാങ്ങിച്ചു കൊടുക്കുക എന്ന മനസ്ഥിതിയിൽ അവർ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ലൊരു ഡ്രസ്സും കൊണ്ടുവന്നാൽ നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? എന്നാലും ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, ഇപ്പൊ അവരെനിക്ക് നല്ലതൊരെണ്ണം വാങ്ങിച്ചു, നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിച്ച ചിന്ത തെറ്റായിരുന്നു.
അപ്പൊ അതേപോലെ നമുക്ക് എന്താണോ ഓരോ നിമിഷം വേണ്ടത്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സമയമാകുമ്പോൾ അത് ഭഗവാൻ തരും. അതിന്റെ പേരിൽ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്തരുത്. ഭഗവാനെ എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല. ഭഗവാൻ അറിയാം സമയമാകുമ്പോൾ തരാൻ. അത് കൃത്യമായിട്ട് അദ്ദേഹം തരും. അതിനുവേണ്ടി കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒരിക്കലും പോകരുത്. എപ്പോഴും കയറി ഇങ്ങനെ ഗുരുവായൂരപ്പനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ഉള്ളിലുണ്ടാവുന്ന വിഷമം ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഭക്തരേന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഭഗവാനാണ് അല്ലേ. ഭക്തരാണ് അദ്ദേഹത്തിന്റെ സന്തോഷം. നമ്മൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കാൻ അത്രമാത്രം ഗുരുവായൂരപ്പൻ ഹാപ്പി ആയിരിക്കും. അതും നമ്മളൊരു ഉണ്ണിയായിട്ടാണ് കാണുന്നത്. ആ ഗുരുവായൂരിൽ ഇരിക്കുന്നത് ഒരു ഉണ്ണിയല്ലേ. ആ ഉണ്ണീനെ പോയിട്ട് എപ്പോഴും കഷ്ടപ്പെടുത്തി ഇങ്ങനെ ചോദിച്ച് ഓരോന്ന് പറയുമ്പോൾ ഭഗവാൻ അറിയാം തരാൻ. ഞാനൊന്നും ഗുരുവായൂരമ്പലത്തിൽ പോലെ ഒന്നും പ്രാർത്ഥിക്കില്ല. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, എൻ്റെ പൊന്നുണ്ണി എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് പോരും. എന്താ പ്രാർത്ഥിക്കാനുള്ളത്? ഭഗവാൻ തരേണ്ടത് തരും അല്ലേ. അദ്ദേഹത്തിന് അറിയാത്ത എന്താ ഉള്ളത്? ഈ അഖില കോടി ബ്രഹ്മാണ്ഡ നായകൻ പരമ ദിവ്യോത്തമ പുരുഷൻ അറിയാത്തതാണോ നമുക്കറിയുന്നത്? ആണോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ആത്മസ്വരൂപമായിരിക്കുന്ന ആ അമൃതരസത്തെ ആസ്വദിക്കുന്നത് നിമിത്തം ഭഗവാൻ ഭയങ്കര സന്തുഷ്ടനാണ്. അപ്പൊ ഒരു ഭക്തൻ ചിരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പരാതിക്കെട്ടുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഭഗവാനും സങ്കടവും. എൻ്റെ ഭക്തൻ കരഞ്ഞല്ലോ, ഞാൻ കാരണമാണല്ലോ കരഞ്ഞത്, ഞാൻ കൊടുക്കാഞ്ഞിട്ടാണല്ലോ കരഞ്ഞത്, നീ അല്പം കൂടെ ക്ഷമിക്കുക, ഞാൻ തരാം, തരാതിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ തരാം. അപ്പൊ ഭഗവാൻ എത്രമാത്രം സങ്കടം ഉണ്ടാവും. അതേസമയം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പ, അങ്ങേ കണ്ടത്, അങ്ങയുടെ ദർശനം എനിക്ക് നൽകിയല്ലോ ഗുരുവായൂരപ്പ, അതിനൊരായിരം നന്ദി ഗുരുവായൂരപ്പ. എന്നെന്നും അങ്ങേ ചിന്തിക്കാനുള്ള അനുഗ്രഹം നൽകണേ, എപ്പോഴും അങ്ങയുടെ പാദസേവ ചെയ്യാനുള്ള അനുഗ്രഹം നൽകണേ, അങ്ങയെ കുറിച്ച് കീർത്തനങ്ങൾ ചൊല്ലാനുള്ള അനുഗ്രഹം നൽകണേ ഗുരുവായൂരപ്പ. ധർമ്മത്തിന്റെ രീതിയിൽ എനിക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം നൽകണേ ഗുരുവായൂരപ്പ. എല്ലാവിധ ദുരിത ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച്, ഭഗവാനെ, ഞാൻ അറിഞ്ഞും അറിയാതെയും ഏതൊക്കെയോ ജന്മത്തിൽ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലം ഈ കർമ്മമായിട്ട് ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കുന്നു. അതെല്ലാം താങ്ങാനുള്ള ശക്തി എനിക്ക് നൽകണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോവാ. അവിടെ ചെന്ന് മോങ്ങിക്കൊണ്ട്, വീടില്ല ഭഗവാനെ, അച്ഛൻ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അസുഖം വന്നു, എനിക്ക് അത് വന്നു, എനിക്ക് ഇത് വന്നു. എപ്പോഴെങ്കിലും ഉള്ളതിനൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്തെങ്കിലും കാരണവശാൽ ഉള്ളതിനൊരു നന്ദി പറയാൻ പോയാൽ പിന്നെ അടുത്ത ലിസ്റ്റ് അങ്ങോട്ട് വായിക്കും. ഇതെല്ലാം മാറ്റിവെക്കും. പ്രാർത്ഥന ഒരു നല്ല ഒരു സന്തോഷമാക്കിയിട്ട് മാറ്റൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെ. ആ രീതിയിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കൂ, ആ രീതിയിൽ ഇടപെടും. ഭഗവാനും ഹാപ്പി ആയിരിക്കും, നമ്മളും ഹാപ്പി ആയിരിക്കും. ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ വീട്ടിൽ ചെന്നിട്ട് ഗുഡോന്ന് പറഞ്ഞ് കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മോശമല്ലേ? നമ്മളെ വീട്ടിൽ ഒരാൾ വരുന്നിട്ട് അവര് കളിച്ചും ചിരിച്ചും സന്തോഷിച്ച് പോവാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അയ്യോ, സമയം പോയതേ അറിഞ്ഞില്ല, എന്ത് രസമായിരുന്നു. നമ്മൾ അവരുടെ അടുത്ത വരവിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അല്ലെ, സമയം പോകുന്നതേ അറിയുന്നില്ല എന്നും പറഞ്ഞിട്ട്. എന്നാൽ അവർ വന്നിട്ട് കരഞ്ഞ് കൊട്ടിപ്പോയാലോ, ഷോ, ഞാൻ ആകെ ടെൻഷനായി, എൻ്റെ മൈൻഡ് അപ്സെറ്റ്, എനിക്ക് ഇനി ചായ വേണ്ട, കാപ്പിയും വേണ്ട, ചോറും വേണ്ട, ഒന്നും വേണ്ട അറിയും. ഈ അവസ്ഥ ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടാക്കി കൊടുക്കണോ? വേണ്ട. ഭഗവാൻ നമ്മുടെ അടുത്ത വരവിന് കാത്തിരിക്കണം. ഷോ, അവർ വന്നാൽ എൻ്റെ കൂടെ കളിക്കും ചിരിക്കും എന്തെങ്കിലുമൊക്കെ കൊണ്ട്. ഇതെന്താ സംഭവം അറിയോ? കുറെ വെണ്ണ, കുറെ മഞ്ചാടി, കുറെ പൂവ്, ഭഗവാൻ ഇഷ്ടമുള്ള കുറെ, ആ ഉണ്ണിക്ക് ഇഷ്ടമുള്ള എല്ലാം ആയിട്ട് ചെല്ലും ഗുരുവായൂരപ്പത്തിന്റെ നടക്കിലേക്ക്. ഭഗവാനാണെങ്കിലും അയ്യോ, എൻ്റെ ഭക്തൻ വരുന്നുണ്ട്. കാരണം ഭക്തൻ എന്താ ചെയ്യുക? അവിടെ അപ്പുറത്ത് ലൈൻ നിൽക്കുമ്പോൾ ആ ലൈൻ നിൽക്കുന്നത് മുതൽ കഥ പറച്ചിലും കളിയും തമാശയും വർത്താനവും, അവരിടുന്ന ബ്ലൗസ് നോക്കുന്നു, ഇവരിടുന്ന സാരി നോക്കുന്നു, അവരുടെ ഹെയർ സ്റ്റൈൽ നോക്കുന്നു, അവിടെ കല്യാണം കഴിഞ്ഞ് പോണവരെ നോക്കുന്നു, അവരുടെ ആഭരണത്തിന്റെ കണക്കെടുക്കുന്നു, പല 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 കഥകളാ. ഇഷ്ടംപോലെ ഭഗവാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കയ്യിലുണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് നേരെ ലൈനിൽ മുമ്പിലെത്തിയ പെട്ടെന്നൊരു ഭാവമാറ്റ, സ്വിച്ച് ഇട്ടതുപോലെ ഒറ്റ കരച്ചില്ല. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പാ, ഇതെല്ലാം സ്വീകരിക്കൂ, എനിക്ക് എൻ്റെ ജീവിതം അടുത്തേ, എനിക്ക് ആരുമില്ലേ. അപ്പൊ ഭഗവാനും ചിന്തിക്കും, അല്ല ഇവളല്ല ഇത്രയും നേരം അവിടെ നിന്ന് ഇവിടം വരെ 1.5 മണിക്കൂർ ലൈൻ നിന്നിട്ട് ആ ലൈനിലൊക്കെ ഭയങ്കര ഹാപ്പിയും വർത്താനം കളിയും എൻ്റെ മുമ്പിലെത്തിയപ്പോൾ ദേ കരയണു. അപ്പോ ആ ഒരു അവസ്ഥ എന്തിനാ ഭഗവാന് കൊടുക്കണത്? അവിടെ മുതൽ ഹാപ്പി ആയിരിക്കുന്നത് പോലെ ഇവിടെ മുതൽ ഹാപ്പി ആയിരിക്കുക. ഭഗവാന്റെ അടുത്തെങ്കിലും, ഭഗവാനെ, അങ്ങയുടെ ഈ സന്നിധിയിൽ കുറേ സമയം എനിക്ക് നിൽക്കാൻ പറ്റി, അതിന് അങ്ങ് എന്നെ അനുഗ്രഹിച്ചു, ഒരുപാട് നന്ദി ഗുരുവായൂരപ്പ. എന്തായാലും ഭഗവാനെ, ഞാൻ ആ കൊണ്ടുവന്നല്ലോ, അവിടുന്ന് സ്വീകരിക്കും സന്തോഷത്തോടെ. അടിയനിപ്പോൾ ഇതേ കൊണ്ടുവരാൻ സാധിച്ചുള്ളൂ, അടുത്ത പ്രാവശ്യം ഇനിയും കുറേ കൊണ്ടുവരാൻ പറ്റട്ടെ ഭഗവാനെ. കാലാകാലം ഭഗവാന്റെ പാദസേവ ചെയ്യാനുള്ള അനുഗ്രഹം നൽകണേ ഗുരുവായൂരപ്പ. അങ്ങയുടെ തൃപാദങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. മതി. അവിടെ സമർപ്പിക്കുന്ന ഭഗവാൻ അറിയാം നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന്. ചോദിച്ച് എണ്ണി പെറുക്കി വാങ്ങേണ്ട കാര്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഭക്തി. അല്ലാണ്ട് മെറ്റീരിയലിസ്റ്റിക് വേൾഡിലുള്ള ഈ ഭൗതികതയിലുള്ള എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ഭക്തിയല്ല, അതൊരു തരം ഉടമ്പടിയാണ്. ആ ഉടമ്പടി നമുക്ക് ഭഗവാനോട് വേണ്ട. ഓക്കെ, അങ്ങനെയുള്ള ബാർട്ടർ വ്യവസ്ഥ എല്ലാം കഴിഞ്ഞു. കുറെ കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. ഇപ്പൊ അതൊന്നുമില്ല. ഇനി നമ്മൾ പഠിക്കേണ്ടത് ദുർധര എന്നുള്ളതാണ്. എന്താണ് ദുർധര എന്ന് പറഞ്ഞാൽ? ഒരു ഉപാധിയോട് കൂടാത്തവനാകയാൽ. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ കാര്യമാണ്. യാതൊരു ഉപാധിയില്ല ഭഗവാനും ഭക്തരും തമ്മിൽ.
ഭഗവാൻ ഭക്തരിലും ഭക്തർ ഭഗവാനിലുമാണ് ജീവിക്കുന്നത്. അവിടെ ഉടമ്പടിയുടെ ആവശ്യമില്ല. ഒരു ഉപാധിയോടും കൂടിയവനാകാത്തവനാൽ പ്രണിധാനം മുതലായവയിൽ ധാരണ ചെയ്യപ്പെടാൻ സാധ്യതയില്ലാത്തവൻ. എന്ത് കൈക്കൂലി കൊടുത്താലും ഭഗവാന് വേണ്ട. ഒരു കൈക്കൂലിയില്ല. ആത്മസമർപ്പണത്തോടു കൂടിയുള്ള ഭക്തി, ഇതാണ് ഭഗവാന് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു കൈക്കൂലിക്കും അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ഇത്ര കൊടുത്താ ഇത്ര. ചിലവരെ കണ്ടിട്ടുണ്ട്, ആ മാതാജി എനിക്കത് കിട്ടിയ ഞാൻ ഉറപ്പായിട്ടും കിച്ചൂട്ടന് ഹാരമണിയും. ഞാൻ ഒന്നും പറയാൻ പോറില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. കിട്ടിക്കഴിഞ്ഞാലോ, അയ്യോ എൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി, അല്ലെ ജോലി കിട്ടി മാതാജി, ഞാൻ ഉടനെ ഹാരമണിയുന്നു. അണിഞ്ഞോളൂ, ഞാൻ ഇത്രേ ഓക്കെ ചെയ്തോളൂ. അതിന് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. അതർവൈസ് മാതാജി ഞാൻ ഭഗവാനൊരു ഹാരണിയാണ്, ഓക്കെ അണിയൂ. അതണിഞ്ഞിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ ഇതണിയാനുള്ളൊരു അവസരം എനിക്ക് ഭഗവാൻ തന്നല്ലോ, ഒരുപാട് നന്ദി. അവിടുത്തെ എനിക്ക് അറിയാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവിടെ നൽകുക. കാരണം അവിടുത്തെ അറിഞ്ഞാലും മതി വരില്ല, അറിഞ്ഞാലും തീരില്ല. പക്ഷെ എന്നെ അങ്ങ് അറിയുന്നുണ്ടല്ലോ, അത് മതി ഗുരുവായൂരപ്പ. എന്നെ അറിയുന്നോണ്ടല്ലേ എനിക്ക് ഗുരുവായൂർ വരാൻ പറ്റിയത്. എന്നെ അറിയുന്നോണ്ടല്ലേ എൻ്റെ ഭഗവാന് ഹാരമണിയാൻ സാധിച്ചത്, അല്ലേ? എന്നെ അറിയുന്നോണ്ടല്ലേ വെണ്ണ കൊടുക്കാൻ പറ്റിയത്. എന്നെ അറിയുന്നോണ്ടല്ലേ ഭഗവാന് വസ്ത്രം കൊടുക്കാൻ പറ്റിയത്. ഭഗവാൻ നമ്മളെ അറിയുന്നോണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അറിയാൻ പറ്റൂ. ഇപ്പോൾ നമ്മൾ പറയാറില്ലേ, ചിലപ്പോൾ ഫോൺ വിളിക്കാൻ 100 ആയുസ് ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു കണക്ഷൻ അവിടെ ഭഗവാനായിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യർ തമ്മിൽ ഇങ്ങനെ ഒരു ചിന്തയുടെ ബലത്തിൽ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഭഗവാനായിട്ട് എത്ര വലിയ കണക്ഷൻ ആയിരിക്കും നമുക്കുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാനായിട്ടൊരു വലിയ കണക്ഷൻ നമുക്കുണ്ട്. അദ്ദേഹം നമ്മളെ അറിയുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂർ എത്തുന്നത്. നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഗുരുവായൂർ എത്തുന്നത്. വിളിച്ചു വരുത്തിയിട്ട് ഭഗവാനെ കരയിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ചിരിച്ചുകൊണ്ട് കാണാം, ഭഗവാനെ സന്തോഷത്തോടെ കാണാം, ആ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുക. അദ്ദേഹം അറിഞ്ഞു നമ്മളെ, അറിയാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു നമ്മളെ കാണാൻ, അല്ലേ? ആ ഇരിക്കുന്ന ഗുരുവായൂർ അപ്പനാണ്, ആ അച്ഛന് നമ്മളെ കാണാൻ ആഗ്രഹം തോന്നിയതേ. അതുകൊണ്ട് മക്കളായ നമ്മൾ അവിടെ ചെല്ലുന്നു. എന്നിട്ട് കരയിപ്പിച്ചിട്ട് വരണ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എന്താണോ നമ്മളെ കൊണ്ട്, നമുക്ക് കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലായ്മകളിലും എന്താണ് ഭഗവാന്റെ പരമഭക്തനായിരിക്കുന്ന ആ ഒരു സുധാമാവ് കൊണ്ടുപോയി കൊടുത്തതുപോലെ നമ്മൾക്ക് എന്തുണ്ടോ അത് കൊണ്ട് കൊടുക്കുക. വേറെ ഒന്നും നോക്കണ്ട. കുചേലൻ എന്താ കൊണ്ടുപോയത്? ഇല്ലായ്മകളിലും അവല് കൊണ്ടുപോയി. അതിന്റെ പിന്നിലുള്ള കഥയും സാരം ഒന്നും അന്വേഷിക്കാൻ പോണ്ട. ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ എന്താ വെറും കൈയോടെ നമ്മൾ പോകാറില്ല, അല്ലെ? നമ്മൾ നമ്മുടേതായ ഒരു മര്യാദ കീപ്പ് ചെയ്യും. അതേപോലെ ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ കൊണ്ടു ചെല്ലൂ. നമ്മളെ കൊണ്ട് എന്ത് സാധിക്കുമോ അത്. ഇനി ഒന്നും കയ്യിലില്ലേ, ആത്മസമർപ്പണമായ 2 വാക്ക്, ഇതൊക്കെ മതി ഗുരുവായൂരപ്പന്. അല്ലാണ്ട് ഭഗവാൻ ഒരു ഉടമ്പടിയില്ല. അപരാജിത എന്ന് പറഞ്ഞാൽ രാഗം മുതലായ ആഭ്യന്തര ശത്രുക്കളാലും അസുരാധികളായിരിക്കുന്ന ബാഹ്യ ശത്രുക്കളാലും പരാജിതനല്ലാത്തവൻ. മനസ്സിലെ മോഹങ്ങൾ, ലോഭങ്ങൾ, അഹങ്കാരം, ധിക്കാരം, ഞാനെന്ന ഭാവത്തിനൊക്കെ ഒന്നും ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇനി പുറത്തുനിന്നൊരു അസുരം വന്നാലോ ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയില്ല. ആരാലും തോൽപ്പിക്കാൻ പറ്റാത്ത ഭഗവാൻ സർവ്വവിജയിയാണ്. എല്ലാരാലും വിജയിച്ചു നിൽക്കുന്ന ആ ഭഗവാനെ ആശ്രയിക്കുന്ന നമ്മൾക്ക് എന്തിനാണ് ദുഃഖം? ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലാണ്, ഒരു അക്ഷയ സെന്ററിൽ കയറി ചെല്ലാണ്, അല്ലെ വേറെ എവിടെയെങ്കിലും ഒന്ന് കയറി ചെല്ലാണ്. നമ്മൾ എന്താ പറയാ, അയ്യോ എനിക്കവിടെ അറിയുന്ന ആളുണ്ട്, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യം നടക്കും. ഹോസ്പിറ്റലൊക്കെ പോവുകയാണെങ്കിൽ അയ്യോ ഒരുപാട് ലൈൻ നിൽക്കണം, ആ ഡോക്ടറിൻ്റെ അടുത്ത് ഭയങ്കര ക്യൂ ആണെന്ന് പറയും. പക്ഷെ അവിടെ അറിയുന്ന ഒരാളുണ്ടെങ്കിലോ, എനിക്ക് അറിയുന്ന ഒരാളുണ്ട്, അവിടെ അവർ പെട്ടെന്ന് തന്നെ കയറ്റി വിടുന്നു പറയും, അല്ലേ? അയാളുടെ പവറിനെയാണ്, അയാളുടെ സ്ഥാനത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അതിലൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ ആരാളെയും തോൽപ്പിക്കാനാവാത്ത ഭഗവാനിൽ എന്തുകൊണ്ട് അത്രയും അടിയുറച്ച വിശ്വാസം വരുന്നില്ല? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ചീഫ് ഡോക്ടറിന്റെ അസിസ്റ്റന്റിനെ അറിയാമെങ്കിൽ, ഒരു മന്ത്രിയുടെ അസിസ്റ്റന്റിനെ അറിയാമെങ്കിൽ ധൈര്യമാണ്. എനിക്ക് മിനിസ്റ്ററിന്റെ അസിസ്റ്റന്റിനെ ഒക്കെ അറിയാം, ഞാൻ വിളിച്ചാൽ അടുത്ത സെക്കൻഡ് മിനിസ്റ്റർ ഫോൺ എടുക്കും, ഞാൻ അങ്ങനെ ഇങ്ങനെ, വലിയ സംഭവമാണ്. പക്ഷെ ഈ മിനിസ്റ്ററിന്റെ മുകളിൽ ആൾക്കാരുണ്ട്, ഇല്ലേ? അപ്പോ ഇങ്ങനെ നിസാരമായിരിക്കുന്ന ആളുകളിൽ വെക്കുന്ന വിശ്വാസം അത്ര പോലും നമുക്ക് ആരോടില്ല, ഗുരുവായൂരപ്പനോടില്ല. തെറ്റല്ലേ? ആലോചിച്ചു, തെറ്റാണോ? തീർച്ചയായിട്ടും തെറ്റാണ്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, കാര്യം നടന്നില്ല. ഇപ്പൊ ഞാൻ ഗുരുവായൂർ പോകാറില്ല, ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കാറില്ല, ഞാൻ നിർത്തി, പ്രാർത്ഥനയും ജപമൊക്കെ നിർത്തി. സ്വന്തം കയ്യിലിരിപ്പോണ്ടാണ് ഈ ദുരിതങ്ങളെല്ലാം അനുഭവിക്കണം എന്നുള്ള ബോധമില്ല. എന്നിട്ടോ ഞാൻ നിർത്തി. എനിക്കിനി യാതൊരുവിധ ഭക്തിയും വേണ്ട, ഞാൻ ഇങ്ങനെ ജീവിച്ചു പോവാ. അങ്ങനെ ജീവിച്ചിട്ട് അതുപോലെ വലിയ പടുകുഴിയിൽ പോയി കിടക്കുക, അത്രയും ഞാൻ പറയൂ. ഇത്രയും വലിയ അഖില കോടി ബ്രഹ്മാണ്ഡ നായകനോടില്ലാത്ത വിശ്വാസം ഈ ലോകത്ത് ആരോടാണ് വെക്കാൻ പോണത്? ആരോടും വെക്കണ്ട. സാക്ഷാൽ ഗുരുവായൂരപ്പനോട് വെക്കൂ. ഏതൊരു കാര്യത്തിനും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും.
നമ്മൾക്ക് നടക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ ധർമ്മം കൊണ്ടുവരുന്ന, സത്യം കൊണ്ടുവരുന്ന, നീതി കൊണ്ടുവരുന്ന, നമുക്ക് ആപത്തില്ലാത്ത എന്ത് കാര്യം ഭഗവാൻ നടത്തിത്തരും. 17ാമത്തെ വയസ്സിൽ പ്രണയിക്കുമ്പോൾ നമുക്ക് തോന്നലുണ്ട്, അയ്യോ എനിക്ക് ആ ചേട്ടനെ മാത്രം മതി, വേറെ ആരെയും വേണ്ട. ഇതേ 25ാമത്തെ വയസ്സിൽ 30ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ഷു അയാൾക്കൊരു ജോലിയില്ല, കൂലിയില്ല, സ്വന്തം വീടുമില്ല, എൻ്റെ അമ്മയും അയാളെ ഭാര്യ ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, ഞാൻ അന്ന് അയാളെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം സ്വാഹ, ഇന്ന് ഞാൻ സ്വസ്ഥം, എനിക്ക് സ്വന്തം വീടൊക്കെ, ഞാൻ ഹാപ്പിയായി. ഈ ഏജിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? അതേപോലെ അന്ന് ഭഗവാൻ അത് തരാത്തതിന് ചിലപ്പോൾ ഭഗവാനെ കുറെ പഴിചാരിയിട്ടുണ്ടാവും. അത് അനുവദിക്കാത്ത അച്ഛനമ്മമാർ അതിലേറെ പഴിചാരിയിട്ടുണ്ടാവും. പക്ഷെ ലൈഫ് സെറ്റിൽ ആയപ്പോഴോ ഷു അന്ന് അങ്ങനെ തോന്നാത്തത് എത്ര നന്നായി എൻ്റെ പൊന്നു ഗുരുവായൂരപ്പാ. കാലത്തിന്റെ വ്യത്യാസമുണ്ട് നമുക്ക്. അതേപോലെ ഭഗവാൻ അറിയാം നമുക്ക് ഏത് സമയത്ത് എന്ത് തരണം, അത് കൃത്യമായിട്ട് അദ്ദേഹം തരും. പഴിചാരണ്ട, ക്ഷമയോടെ കാത്തിരിക്കുക. അതിന്റെ പേരിൽ നമ്മൾ കൊണ്ടുപോയി കളയാനുള്ള ഒരു പാവയല്ല ഭഗവാനും. അദ്ദേഹത്തോടുള്ള ഭക്തിയും വിശ്വാസവും, അടിയുറച്ച ഭക്തിയുണ്ടോ ആ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് ഭഗവാൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അടിയുറച്ച ഭക്തിയോടുകൂടി ക്ഷമയോടെ കാത്തിരിക്കുക, ഭഗവാൻ നൽകും. അപ്പോൾ പുറത്തുള്ള ശത്രുക്കൾക്കും ഭഗവാനെ തോൽപ്പിക്കാൻ പറ്റില്ല, അകത്തുള്ള ശത്രുക്കൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സർവ്വവിജയായിരിക്കുന്ന ഭഗവാനിൽ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. ഓക്കെ, അപ്പോ 76ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഭൂതവാസോ വാസുദേവ സർവാസു നിലയോ അനല ദർപ്പഹ ദർപ്പദോ ദൃപ്തോ ദുർധരോ അധാപരാജിത. എല്ലാ ഭൂതങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന, മായ കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ മൂടുന്ന, എന്നിട്ട് ദേവനായിരിക്കുന്ന, എല്ലാ പ്രാണനുകൾക്കും അതായത് എല്ലാ ജീവനും ആശ്രയമായിരിക്കുന്ന, ശക്തി സമ്പത്തുകളുടെ അലംഭാവമില്ലാതിരിക്കുന്ന, അധർമ്മികളുടെ അഹങ്കാരത്തെ നശിപ്പിക്കുന്ന, ധർമ്മ മാർഗസ്ഥിതന്മാർക്ക് ആ ഒരു ഗൗരവം, ഒരു കാര്യത്തെ സമീപിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന, ആത്മസ്വരൂപമായിരിക്കുന്ന അമൃതരസത്തെ ആസ്വദിക്കുക നിമിത്തം സന്തുഷ്ടമായിരിക്കുന്ന, ഒരു ഉപാധിയോടും കൂടാത്തവയിരിക്കുന്നതിനാൽ പ്രണിധാനം മുതലായവനിൽ ധാരണപ്പെടാൻ സാധ്യതയില്ലാതിരിക്കുന്ന, രാഗം മുതലായിരിക്കുന്ന ആഭ്യന്തര ശത്രുക്കളാലും അസുരാദികളായിരിക്കുന്ന ബാഹ്യ ശത്രുക്കളാലും ഒരിക്കലും തോൽക്കാത്ത ആ സർവ്വവിജയായിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി 77ാമത്തെ ശ്ലോകമാണ്. 77ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ വിശ്വമൂർത്തി മഹാമൂർത്തി ദീപ്തമൂർത്തിരമൂർത്തിമാൻ. വിശ്വമൂർത്തി മഹാമൂർത്തി, രണ്ട് വേർഡ്, വിശ്വമൂർത്തി മഹാമൂർത്തി. ശ്യാമ മാതാജി, വിശ്വമൂർത്തി മഹാമൂർത്തി, മൂർത്തിർ എന്നുണ്ട് കേട്ടോ. വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ. ദീപ്തമൂർത്തിരമൂർത്തിമാൻ. അനേകമൂർത്തിരവ്യക്തഃ. അനേകമൂർത്തിരവ്യക്തഃ. ശതമൂർത്തിഃ ശതാനനഃ. ശതമൂർത്തിഃ ശതാനനഃ. അപ്പോ വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്തഃ ശതമൂർത്തിഃ ശതാനനഃ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവാത്മകനായാൽ വിശ്വമാകുന്ന ശരീരത്തോടു കൂടി. ഭഗവാന്റെ ശരീരം എന്ന് പറഞ്ഞ ഈ ലോകമാണ്. അതാണല്ലോ നമ്മൾ വിശ്വരൂപത്തിൽ പഠിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ ആ വിശ്വമൂർത്തി, ഈ ലോകത്തിലും പിതാവാണ് അദ്ദേഹം, ജഗത് പിതാവായിരിക്കുന്ന മഹാമൂർത്തി എന്ന് പറഞ്ഞാൽ അനന്തമാകുന്ന ശൈലിയിൽ ശയിക്കുന്ന വലിയ മൂർത്തിയോടുകൂടിയവൻ. അനന്തന്റെ മുകളിലാണല്ലോ ഭഗവാൻ കിടക്കുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പാമ്പുകൾ, ഏറ്റവും വലിയ പാമ്പ് നമ്മൾ ചിത്രത്തിലും ടിവിയിലും അയ്യോ അനാക്കോണ്ട, ഇതൊന്നല്ല. ഭഗവാൻ അനന്തനാകുന്ന ശയ്യയിൽ, അനന്തന്റെ മുകളിൽ, ആ കട്ടിലിൽ, ആ ബെഡിൽ എന്നൊക്കെ വേണേ പറയാം, ആ ശയ്യയില് എന്താണ് ശയിക്കുന്ന വലിയ മൂർത്തിയോട് കൂടിയവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മഹാമൂർത്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദീപ്തമൂർത്തി, വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിരമൂർത്തിമാൻ എന്ന് പറയുന്നു. അതില് ദീപ്തമൂർത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനമയമാകയാൽ ദീപ്തമായ ശരീരത്തോടു കൂടിയവൻ, അതായത് ദീപ്തിയുള്ള ഹിരണ്യഗർഭന്റെ രൂപം ധരിച്ചവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജ്ഞാനമയമാണ് ഭഗവാന്റെ ശരീരം മുഴുവൻ, മൊത്തം ജ്ഞാനമാണ്. ഭഗവാനെ എങ്ങനെ ആരാധിച്ചാലും ഭഗവാൻ ആദ്യം തരുന്നത് എന്താ പറയുക? നല്ല വെളിവും ബോധവും തരുക തലയ്ക്ക്. സത്യമായിട്ട് ബോധം തരും ഭഗവാൻ. നമ്മളെ ബോധമാണ് നമ്മൾ മലിനമാക്കിയിരിക്കുന്നത്. കണ്ട ചിക്കനും മട്ടനും ഒക്കെ തിന്ന് എപ്പോഴും നോക്കിയാലും എന്താ പറയുക, തലയ്ക്ക് അടിയേറ്റി ഒരു വാമനെ പോലെ, ഒരു ജീവിനെ പോലെ അവിടെ അങ്ങ് കിടക്കും. ഒരു വയ്യോ വയ്യ, കാല് വേദന, കൈ വേദന, എനിക്ക് തളർച്ച, എന്നെ കൊണ്ട് പറ്റൂല. ഇതാണ് എല്ലാവരുടെ വായനും വരുന്നത്. എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ ആവൂല, എനിക്ക് അങ്ങനെ ഇങ്ങനെ.
ഇതെല്ലാം എന്താണെന്നറിയോ? കാരണം നമ്മളുടെ ഫുഡ്, ഒന്ന് ഫുഡ്, രണ്ട് ചിന്ത, ഈ രണ്ട് കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് വേണം? മോചനം വേണം. നല്ല ബോധവും വെളിവും വേണം തലയ്ക്ക്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? എൻ്റെ പ്രവൃത്തി ശരിയാണോ? എൻ്റെ തീരുമാനങ്ങൾ ശരിയാണോ? ആ ബോധം ആദ്യം ഭഗവാൻ നമുക്ക് നൽകും. ജ്ഞാനം എന്ന് പറയും. ആ ജ്ഞാനമയമാകിയാൽ ദീപ്തമായ ശരീരത്തോടു കൂടി, ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദീപ്തമായ ശരീരമാണ്. ആ ദീപ്തമായ ശരീരം മുഴുവൻ ജ്ഞാനമാണ്. ഭഗവാനെ പ്രാർത്ഥിക്കുന്തോറും നമുക്ക് ലഭിക്കുന്നത് അറിവാണ്, കാര്യവൈഭവമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനോട് അടുത്ത വ്യക്തികൾ എപ്പോഴും നിശബ്ദത പാലിക്കുന്നത്. അവരൊരു ഇരുത്തം വന്ന രീതിയിലാണ്. അവരൊന്നിനെക്കുറിച്ചും ആവലാതിപ്പെടില്ല. എന്ത് പ്രശ്നം വന്നാലും വരട്ടെ, ആലോചിക്കാം, എന്തേലാവട്ടെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സംഭവിക്കാനുള്ള സംഭവിച്ചു. ആ രീതിയിൽ നമ്മളുടെ മനസ്സ് മാറും. ഇനി കുടുംബത്തിലൊരു മരണം നടന്നാലും എല്ലാം ഈശ്വര നിശ്ചയം, അങ്ങനെ ആവട്ടെ. ഈ ഒരു കുട്ടി ജനിച്ചാലോ ഭഗവാന്റെ കൃപാകാരുണ്യം, അത്ര തന്നെ. ഈ ഒരു ഇരുത്തം വന്ന മനോഭാവത്തിലേക്ക് നമ്മൾ മാറും. എന്തുകൊണ്ടാണ്? അതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്, തിരിച്ചറിവ്. ഏതൊരു അവസ്ഥയിലും മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യരുത്? തളർത്താതെ മനസ്സിനെ നമ്മൾ നല്ല ഒരു സമചിത്തതയോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുപോകുക. ആ ഒരു ജ്ഞാനമയമായിരിക്കുന്ന ശരീരത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ ആരാധിക്കണം. ജ്ഞാനം വേണം നമുക്ക്, അല്ലാതെ പരാതികൾക്കോ പ്രശ്നങ്ങൾക്കൊന്നും അവിടെ സ്ഥാനമില്ല. ജ്ഞാനമയമാകുന്ന ശരീരത്തോടു കൂടി ആ ഭഗവാനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾക്കും അതിൽ നിന്ന് ജ്ഞാനം പകർന്നു കിട്ടും, തിരിച്ചറിവ് പകർന്നു കിട്ടും. എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും പരാതിയൊന്നുമില്ല, സമചിത്തത, അതാണ് വേണ്ടത്. കൂടുതൽ ദേഷ്യം വന്നാൽ കൂടുതൽ ദേഷ്യപ്പെടുക, ഭയങ്കര സന്തോഷിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക, ഇതൊന്നും വേണം. എല്ലാത്തിലും ഒരു സമഭാവന, അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി അമൂർത്തിമാൻ. അമൂർത്തിമാൻ എന്ന് പറഞ്ഞാൽ കർമ്മനിബന്ധമായിരിക്കുന്ന മൂർത്തി ഇല്ലാത്തവൻ. ഭഗവാനെ കർമ്മ ബാധിക്കില്ല, മനസ്സിലായില്ലേ? മനുഷ്യരെയാണ് കർമ്മ ബാധിക്കുന്നത്. നമ്മളാണ് തെറ്റുകൾ ചെയ്തിട്ട് അതിന്റെ പരിണത ഫലം അനുഭവിക്കാൻ വരുന്നത്. ഭഗവാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. അനേകമൂർത്തി, അവതാര രൂപത്തിൽ അനേകം മൂർത്തികൾ ധരിച്ചവൻ, അല്ലെ? നമ്മൾ അറിയുന്ന അവതാരങ്ങളൊന്നല്ല. നമ്മൾ പറയും ഭഗവാന്റെ ദശാവതാരം, അത്ര ഒന്നുമല്ല, ഒരുപാട് അവതാരങ്ങൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഉയർന്ന ഭക്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തരും ഭഗവാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മോനപ്പൻ മുതലാളി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് അവതാരങ്ങൾ ഭഗവാൻ ഓരോ നിമിഷവും എടുക്കുന്നുണ്ട്, ഓരോ സെക്കൻഡും എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞാൽ എന്താ? അയ്യോ, എന്നെ ഒരാൾ വന്ന് സഹായിച്ചു, ദൈവത്തെ പോലെ വന്നു, പിന്നെ ഞാൻ കണ്ടില്ല. അതും ഭഗവാന്റെ ഒരു ലീലയാണ്, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണത്, മനസ്സിലായി? അങ്ങനെയും ഒരു അവതാരം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ഒരുപാട് അവതാരം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ അനേകമൂർത്തി എന്ന് വിളിക്കുന്നത്. ആ വ്യക്ത, അനേക മൂർത്തികൾ ഉണ്ടെങ്കിലും ഇന്ന പ്രകാരത്തിലാണെന്ന് വ്യക്തമല്ല, അല്ലെ? നമുക്കറിയില്ല ഭഗവാൻ ഏത് രീതിയിൽ എപ്പം നമ്മളടുത്ത് വരും എന്നുള്ളത്. ഭഗവാന് എപ്പോഴാണോ എന്ത് അവതാരം എടുക്കണം തോന്നുന്നു ആ സമയത്ത് അദ്ദേഹം ഉറപ്പായിട്ട് അവതാരം എടുക്കും. ഒരു സംശയമില്ല, അദ്ദേഹം അവതരിച്ചിരിക്കും. ആരുടെ മുമ്പിൽ അവതരിക്കണോ അവരുടെ മുമ്പിൽ അവതരിക്കും, ഏത് രീതിയിൽ അവതരിക്കണോ അവതരിക്കും. പക്ഷെ നമുക്കിതൊന്നും വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ ലീലകളെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും, അതിനുള്ള ബോധവും ബുദ്ധിയും നമുക്കില്ല. അത്രത്തോളം നമ്മൾ ഭക്തിയിൽ ഉയർന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ വ്യക്ത എന്ന് ഭഗവാനെ വിളിക്കുന്നത്. ഇനിയോ ശതമൂർത്തി. ഇവിടെ പറയുന്നു വിശ്വമൂർത്തിർ മഹാമൂർത്തിർ ദീപ്തമൂർത്തിര മൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത. ഇനി ശതമൂർത്തി ശതാനന എന്ന് പറയുന്നുണ്ട്. എന്താണ് ശതമൂർത്തി എന്ന് പറഞ്ഞാൽ? അതായത് വികല്പജന്യങ്ങളായിരിക്കുന്ന അനേകം മൂർത്തികളുള്ളവൻ, നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത, കേട്ടറിവ് പോലും ഇല്ലാത്ത വികല്പജന്യങ്ങളായിരിക്കുന്ന ഒരുപാട് അവതാരങ്ങൾ, ഒരുപാട് രീതികൾ ഭഗവാന്റെ കയ്യിലുണ്ട്. നമുക്കറിയാനേ പറ്റില്ല. ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മുടെ മനസ്സിനേക്കാൾ വേഗതയിലാണ് ഭഗവാൻ സഞ്ചരിക്കുന്നത്. മനസ്സിനേക്കാൾ വേഗതയിലേക്ക് ഭഗവാൻ ഓടിയെത്തുകയാണ്. നമ്മൾ പറയും അയ്യോ ഒന്നുമില്ല ഗുരുവായൂരപ്പൻ ഉണ്ടോന്ന് പോലും അറിയില്ല. അങ്ങനെയല്ല, കാറ്റായിട്ടും മഴയായിട്ടും മഞ്ഞായിട്ടും എല്ലാം ഭഗവാൻ എത്തുന്നുണ്ട്. ഏത് രീതിയിൽ ഏത് ഭാവത്തിൽ എത്തുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ആ രീതിയിൽ ഭഗവാൻ എത്തുന്നുണ്ട്. ഇനിയോ ശതാനന, അനേകം മുഖങ്ങളുള്ളവൻ. ഭഗവാൻ ഒരുപാട് മുഖങ്ങളുണ്ട്, ഒത്തിരി മുഖങ്ങളുണ്ട്. നമ്മൾ കാണുന്ന ഒരു മുഖം മാത്രമല്ല ഭഗവാൻ, ഒരുപാട് മുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് ശതാനന എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ വിശ്വമൂർത്തി മഹാമൂർത്തിർ ദീപ്തമൂർത്തിര മൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനന എന്ന് വെച്ചാല് സർവാത്മകനമായിരിക്കുന്ന വിശ്വമാകുന്ന ശരീരത്തോടു കൂടിയ, ഈ ലോകമാകുന്ന ശരീരത്തോടു കൂടിയ, അനന്തനാകുന്ന ശൈലിയിൽ ശയിക്കുന്ന വലിയ മൂർത്തിയോട് കൂടിയ, ജ്ഞാനമയമാകുന്ന ദീപ്തമായ ശരീരത്തോടു കൂടിയിരിക്കുന്ന, കർമ്മനിബന്ധമായിരിക്കുന്ന മൂർത്തിയില്ലാത്തവൻ, അവതാര രൂപത്തിൽ അനേകം മൂർത്തികളെ ധരിച്ചവൻ, അനേക മൂർത്തികളുണ്ടെങ്കിലും ഇന്ന രീതിയിലാണെന്ന് വ്യക്തമാക്കാത്തവൻ, വികല്പജന്യങ്ങളായിരിക്കുന്ന അനേക മൂർത്തികളുള്ള
അനേകം മുഖങ്ങളോട് കൂടിയിരിക്കുന്ന, നമുക്കൊരിക്കലും ചിന്തിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കാം. ഓക്കെ, ഇനി 78ാമത്തെ ശ്ലോകമാണ്. 78ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഏകോ നൈഗഹ, ഏകോ നൈഗഹ സവഹ കം ഖാഹ. ഓക്കെ, കാഹ കിം യദതത് പദമനുത്തമം ലോകബന്ധൂർ ലോകനാഥോ മാധവോ ഭക്തവത്സല. എന്താണ്? ഏകോ നൈഗഹ സവഹ കാഹ കിം യദതത് പദമനുത്തമം ലോകബന്ധൂർ ലോകനാഥോ മാധവോ ഭക്തവത്സല. എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏകഹ, ഏകഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജാതിയും വിജാതിയും സ്വഗതവുമല്ലാത്ത, ഭേദങ്ങളില്ലാത്തവൻ. അവൻ മനുഷ്യനാണ്, ഇവൻ മൃഗമാണ്, അവൻ ഹിന്ദുവാണ്, ഇവൻ മുസ്ലിമാണ്, അങ്ങനെ ഒരു ചിന്തയും ഇല്ലാത്ത ആളെയാണ് ഭഗവാൻ ഏകഹ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഏകഹ. ഭഗവാൻ ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രം. അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. അതാണെന്നോ പെണ്ണെന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനത്തെ ഒന്നുമില്ല ഭഗവാന്. മനുഷ്യനെന്നോ മൃഗമെന്നോ ഒന്നുമില്ല. ഏകഹ. ഓക്കെ, നൈഗഹ. നൈഗഹ എന്ന് പറഞ്ഞാൽ മായ കൊണ്ട് ഒന്നിലധികം രൂപമുള്ളവൻ. മായ കൊണ്ട് ഇഷ്ടം പോലെ രൂപങ്ങളുണ്ട് ഭഗവാന്. ഒന്നും രണ്ടും രൂപമല്ല, ഇഷ്ടം പോലെ രൂപം ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് നൈഗഹ എന്ന് പറയുന്നത്. സവഹ, അതായത് സോമം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സവം എന്ന യജ്ഞത്തിന്റെ സ്വരൂപമായുള്ളവൻ. അതുപോലും ഭഗവാനാണ്. നമ്മളുടെ ഇവിടുത്തെ സോമല്ല കേട്ടോ, ഭൂമിയിലുള്ള സോമല്ല. ആ സോമം ഉൽപ്പാദിപ്പിക്കുന്ന സവം എന്ന യജ്ഞത്തിന്റെ സ്വരൂപം പോലും ആരുടെയാണ്? ഭഗവാന്റെയാണ്. കഹ, കഹ എന്ന് പറഞ്ഞാൽ സുഖരൂപനായി സ്തുതിക്കപ്പെടുന്നവൻ. സുഖരൂപനായിട്ടാണ് ഭഗവാനെ സ്തുതിക്കുന്നത്, അല്ലെ? അങ്ങനെ അനന്തന്റെ മുകളിൽ ഇങ്ങനെ പത്മനാഭൻ കിടക്കുകയാണ് യോഗനിദ്രയിൽ. ആ കിടന്നിട്ട് പോലും ഭഗവാൻ ലോകം പരിപാലിക്കുന്നുണ്ട്. സുഖനിദ്രയിലാണ് ഭഗവാൻ. ഭഗവാന്റെ ഭക്തരെ ആക്രമിക്കാൻ വന്നാൽ മാത്രമേ ഭഗവാൻ നരസിംഹ രൂപമായിട്ട് മാറും. അല്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും സുഖലോലുപനാണ്. അപ്പൊ ഭഗവാന്റെ ഭക്തരെയും ശാന്ത രീതിയിൽ കാണാനാണ് ഭഗവാൻ ഇഷ്ടം. വയലൻസ് വേണ്ട 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 എന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യമേ പറയാൻ കാരണം അതാണ്. വയലൻസ് വേണ്ട. ഭഗവാൻ വയലൻസ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വയലൻസിനെ തൂക്കി ബാസ്ക്കറ്റിലിടണം. ക്ലിയർ? സുഖ സ്വരൂപനായിട്ട് സ്തുതിക്കപ്പെടുന്നവനാണ് ഭഗവാൻ. ഇനിയോ കിം എന്ന് പറയുന്നുണ്ട് ഇതില്. ഖ ഹ പറഞ്ഞാൽ കിം എന്ന് പറയുന്നുണ്ട്. സർവ പുരുഷാർത്ഥ രൂപനാകയാൽ ബ്രഹ്മം തന്നെയായി കിം ശബ്ദം കൊണ്ട് വിചാരിക്കപ്പെടുവാൻ അർഹനാണ്. അതായത് സർവ പുരുഷാർത്ഥ രൂപനാണ്. സർവവും അടങ്ങിയിരിക്കുന്ന ഭഗവാനിലാണ്. ഭഗവാനേക്കാൾ ഒരു പിടി താഴെയിലാണ് മറ്റെല്ലാം ഇരിക്കുന്നത്. എന്താ പറയാ, പരമദിവ്യോത്തമ പുരുഷനാണ്. ഭഗവാന്റെ മുകളിൽ ആരുമില്ല. അപ്പോ സർവ പുരുഷാർത്ഥ രൂപനാണ് ഭഗവാൻ. എല്ലാം തികഞ്ഞ ആ ഭഗവാൻ ബ്രഹ്മം തന്നെയായിട്ട് മാറിയിരിക്കുകയാണ്. ബ്രഹ്മം ആരാന്ന് വെച്ചാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ആരാന്ന് വെച്ചാൽ ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ആ ബ്രഹ്മമായിരിക്കുന്ന ആ ഭഗവാനെ കിം എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആരാധിക്കാം. ഒരു കുഴപ്പമില്ല, ആരാധിക്കാം. ക്ലിയർ? ഇനി യത് എന്ന് പറയുന്നുണ്ട്. യത് എന്ന് പറഞ്ഞാൽ സ്വതസിദ്ധമായിരിക്കുന്ന വസ്തുവിനെ പറ്റി പറയുന്ന യച്ച ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നവൻ. സ്വതസിദ്ധമായിരിക്കുന്ന വസ്തുവിനെ പറ്റി എന്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ഭഗവാന്റേതായ ഒരു ഫ്രീഡം ഉണ്ട്. മനസ്സിലായി? എല്ലാവരും മറ്റുള്ള എല്ലാത്തിലും കണക്റ്റഡ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഫ്രീഡം ഉണ്ട്. സ്വതസിദ്ധമായ ഒരു രീതിയുണ്ട് ഭഗവാൻ വിചാരിച്ച പോലെ, ഭഗവാൻ തീരുമാനിച്ച പോലെ മാത്രമേ ഭഗവാൻ കാര്യം നടത്തൂ. നമ്മളുടെ വഴിക്ക് ഭഗവാൻ കിട്ടില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മായയുടെ ബലത്തിലാണ്. അദ്ദേഹം മായയുടെ ബലത്തിലല്ല ചിന്തിക്കുന്നത്. ഭഗവാന്റെ ഭക്തർക്ക് നാശമില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നവരെയും ഭക്തരെയും ഭഗവാൻ ഒരിക്കലും നശിക്കാൻ അനുവദിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ചില സാധനങ്ങൾ കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കരയും. നമ്മൾ ആ വാശി എങ്ങനെയെങ്കിലും എന്താ ചെയ്യുക? മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുക. അല്ലാതെ ആ വസ്തു നമ്മൾ കൊടുക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും അത് നമ്മളിൽ നിന്നും മറപ്പിക്കാൻ ശ്രമിക്കും. ആ ഒരു സ്വതസിദ്ധമായ രീതി നമുക്കുണ്ടെങ്കിൽ ഭഗവാൻ അതിനേക്കാൾ വലിയ സ്വതസിദ്ധമായ രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ സ്വതസിദ്ധമായിരിക്കുന്ന ആ രീതിയിൽ ഭഗവാൻ ഭക്തരെ എന്ത് ചെയ്യും? മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ യത് എന്ന് വിളിക്കാൻ കാരണം. ഇനിയോ തത് എന്ന് വിളിക്കുന്നുണ്ട്. തത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മത്തിനെ നിർദ്ദേശിക്കപ്പെടുന്ന
തച്ച ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നവൻ. ബ്രഹ്മത്തെയാണ് നമ്മൾ തത് യത് തത് എന്നൊക്കെ പറയുന്നത്. അപ്പം ആ തത്ത് എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനും ബ്രഹ്മവും രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പൊ അതാണ് ഭഗവാനെ തത് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പഥമനുത്തമം, അതായത് മോക്ഷേച്ചുക്കളാകാൽ പ്രാപിക്കപ്പെടുന്നതാകയാൽ ബ്രഹ്മം പഥമമാകുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനാണെന്ന് നമുക്കറിയാം അല്ലെ. അതിനേക്കാൾ ഉത്കൃഷ്ടമായ യാതൊന്നുമില്ല. ആ ബ്രഹ്മത്തെക്കാൾ, ആ ഭഗവാനേക്കാൾ വലുതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. അത് അനുത്തവുമാണ്. ബ്രഹ്മവും അനുത്തമമാണ്. അതായത് ഭഗവാനും ബ്രഹ്മവും തമ്മിൽ വ്യത്യസ്തമല്ല, അത് രണ്ടും ഒന്നാണ്. ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രഹ്മം വേറെ ഭഗവാൻ വേറെ എന്ന് ചിന്തിക്കരുത്. ഭഗവാന്റെ മുകളിൽ ഒന്നുമില്ല. ഭഗവാനാണ് സുപ്രീം ലോർഡ്, പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിന്റെ മുകളിലെല്ലാം ബ്രഹ്മം. അദ്ദേഹം തന്നെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ പഥമനുത്തമം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇനിയോ ലോകബന്ധു. ലോകബന്ധു എന്ന് പറഞ്ഞാൽ സകല ലോകങ്ങളും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പരമാത്മ സ്വരൂപനാണ് ഭഗവാൻ. എല്ലാ ലോകങ്ങളും ഭഗവാനുമായിട്ട് കണക്റ്റഡാണ്. ഭഗവാനുണ്ട് എല്ലാ ലോകങ്ങളിലും, എവിടെയും ഭഗവാൻ ഇല്ല. സകല ലോകങ്ങളിലും ഭഗവാനുണ്ട്. ലോകങ്ങളുടെ ജനനായകനായതിനാൽ ലോകങ്ങളുടെ പരമബന്ധുവാണ് ഭഗവാൻ. എല്ലാ ലോകത്തിൻ്റെയും ജനനായകനാണ് ഭഗവാൻ. എല്ലാത്തിൻ്റെയും അധികാര പദവിയിൽ ഇരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ലോകബന്ധു എന്ന് വിളിക്കുന്നു. മനസ്സിലായി? ഇനിയോ അടുത്തത് എന്താ? ലോകബന്ധുർ ലോകനാഥോ. ലോകനാഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകങ്ങളുടെ നിയമനം, ആശ്വാസനം, ശാസനം എന്നിവയെല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്. ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നതും ഭഗവാൻ തന്നെ, നിലനിർത്തുന്നതും ഭഗവാൻ തന്നെ, നശിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. ഈ ജീവിതയാത്രയിൽ എല്ലാം ഏത് രീതിയിൽ കാണണം, മുന്നോട്ട് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നതും ഭഗവാൻ തന്നെ. ശരി ചെയ്താൽ ചേർത്ത് പിടിച്ച് ആശംസകൾ അറിയിക്കുന്നതും, തെറ്റ് ചെയ്താൽ കർമ്മ എന്ന് പറയുന്നതിൻ്റെ രൂപത്തിൽ നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് ഭഗവാനെ ലോകനാഥ എന്ന് വിളിക്കുന്നത്. എല്ലാ ലോകത്തിൻ്റെയും അധിപതിയായിരുന്നു കൊണ്ട് എല്ലാ ലോകത്തെയും നയിക്കുന്ന ഭഗവാനെ ലോകനാഥ എന്ന് വിളിക്കുന്നു. ഇനിയോ മാധവ. മാധവ എന്ന് പറഞ്ഞാൽ മധുവംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ മാധവ എന്ന് വിളിക്കുന്നത്. ഇനിയോ ഭക്തവത്സലഹ. മാധവോ ഭക്തവത്സലഹ എന്ന് പറയുന്നത്. എന്താ ഭക്തവത്സല? ഭക്തന്മാരിൽ വാത്സല്യമുള്ളവനാണ് ഭഗവാൻ. ഭഗവാന്റെ ഭക്തരോട് ഭഗവാന് ഭയങ്കര വാത്സല്യമാണ്. ഒരു രക്ഷയില്ലാത്ത വാത്സല്യമാണ്. വാത്സല്യം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ് ഭഗവാന്റെ ഭക്തരോട്. ആ വാത്സല്യത്തിന്റെ പുറത്ത് നമ്മൾ ചോദിച്ചാൽ എന്തും തരും. എന്നിട്ട് നമ്മളിങ്ങനെ പരിപാലിച്ചുകൊണ്ട് നടക്കും. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. എന്തൊരു അനുഗ്രഹം കിട്ടാനും വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ ആ വാത്സല്യം കിട്ടില്ല നമുക്ക്. എപ്പോഴും ഭഗവാന്റെ വാത്സല്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആ കരുണ, ആ ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ ജനിക്കാൻ, നമുക്ക് അനുഗ്രഹം കിട്ടാൻ നമ്മൾ എപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കുക. ഓക്കെ. അതാണ് ഭഗവാന് ഭക്തവത്സല എന്നൊരു പേര് വന്നത്. ഭഗവാന്റെ ഭക്തന്മാരിൽ ഭഗവാന് ഭയങ്കര വാത്സല്യമാണ്. ഓക്കെ. അപ്പൊ ആ വാത്സല്യം കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് അതും ഇതും വേണമെന്ന് പറഞ്ഞിട്ട് ഭൗതികമായിട്ട് ഒന്നും ചോദിച്ച് പ്രാർത്ഥിക്കരുത്. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് 78ാമത്തെ ശ്ലോകമാണ്. ഏകോ നൈകാ സവ കം കിം യദത് പഥമനുത്തമം ലോകബന്ധൂർ ലോകനാഥോ മാധവോ ഭക്തവത്സല. ആണെന്നോ പെണ്ണെന്നോ വേറെ മതസ്ഥരെന്നോ മനുഷ്യനെന്നോ മൃഗമെന്നോ ഉള്ള ആ ഒരു വ്യത്യസ്തതയൊന്നുമില്ലാതെ മായ കൊണ്ട് ഒരുപാട് രൂപമെടുത്തിരിക്കുന്ന, സോമം വരെ ഉൽപ്പാദിപ്പിക്കുന്ന സവം എന്ന യജ്ഞത്തിന്റെ രൂപത്തിൽ വരെ ഭഗവാൻ കുടികൊള്ളുന്നു. സുഖരൂപനായിട്ട് സ്തുതിക്കപ്പെടുന്നു. സർവ്വ പുരുഷാർത്ഥങ്ങളുടെയും രൂപനായതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മവും ഭഗവാനും വ്യത്യസ്തമല്ല. സ്വതസിദ്ധമായിരിക്കുന്ന വസ്തുവിനെ പറ്റി പറയുന്ന യജ്ഞ ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നതും ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മത്തിനെ നിർദ്ദേശിക്കുന്ന തച്ച ശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മോക്ഷേച്ചുക്കളാൽ പ്രാപിക്കപ്പെടുന്നതാകുന്നാൽ ബ്രഹ്മം എന്ന പദം തന്നെ ഭഗവാനാണ്. അതിനേക്കാൾ ഉത്കൃഷ്ടമായ യാതൊന്നുമില്ല. അതായത് ഭഗവാന്റെ മുകളിലായിട്ട് യാതൊന്നുമില്ല. സകല ലോകങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നത് ഭഗവാനാണ്. എല്ലാ ലോകങ്ങളിലും ഭഗവാനുണ്ട്. എല്ലാ ലോകങ്ങൾ ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും നല്ല കാര്യങ്ങൾ ചെയ്താൽ ചേർത്ത് പിടിക്കുന്നതും തെറ്റ് ചെയ്തു പോയാൽ കർമ്മയുടെ രൂപത്തിൽ നമ്മളെ ശാസിച്ച് ഒരു പാഠം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഭഗവാൻ തന്നെ. മധുവംശത്തിൽ ജനിച്ച ഭഗവാനെ മാധവ എന്ന് വിളിക്കുന്നു. ഭക്തന്മാരിൽ അനേകമായിരിക്കുന്ന ഒരു ഭക്തവാത്സല്യമുണ്ട് ഭഗവാന്. അങ്ങനെയുള്ള കരുണാമയനായിരിക്കുന്ന ആ ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം.
ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? 79ാമത്തെ ശ്ലോകമാണ്. 79ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാല് സുവർണവർണോ ഹേമാങ്കോ, സുവർണവർണോ ഹേമാങ്കോ വരാംഗ ചന്ദനാംഗതി, വരാംഗ ചന്ദനാംഗതി വീരഃ വിഷമഃ ശൂന്യോ ഗൃധാ ശരീര ചലഞ്ചല, ഗൃധാ ശരീര ചലഞ്ചല എന്ന് വെച്ച് പറഞ്ഞാല് സുവർണ, സുവർണവർണ എന്നാൽ എന്താണ്? സ്വർണത്തിന്റെ വർണ്ണം പോലെ ഇരിക്കുകയാണ് ഭഗവാൻ. നമ്മൾ പറയും കാർമുകിൽ വർണ്ണനല്ലേ, അതൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ഭഗവാൻ സ്വർണ്ണവർണ്ണമായിട്ടാണ് ഇരിക്കുന്നത്, സ്വർണ്ണവർണ്ണത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഓക്കെ, എന്നാൽ കാർമുകിൽ ഒളിവർണ്ണനമാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ തിളങ്ങും ഭഗവാൻ കിടന്നിട്ട്. ഓക്കെ, സൂപ്പർ പാർത്ഥസാരഥി. ഹേമാങ്ക, ഹേമാങ്ക എന്ന് പറഞ്ഞാൽ ശരീരം, അതായത് ഹേമം, സ്വർണം പോലെ ഇരിക്കുകയാണ് ഭഗവാന്റെ ശരീരം, അങ്ങ് സ്വർണം പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനെ ഹേമാങ്ക എന്ന് വിളിക്കുന്നത്. വരാങ്ക, അതായത് വരങ്ങളായിരിക്കുന്ന അംഗങ്ങളുള്ളവൻ, വരങ്ങളായിരിക്കുന്ന എല്ലാ ഭഗവാന്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വരമാണ്, ആ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ വരാങ്ക എന്ന് വിളിക്കുന്നത്. ഇനിയോ ചന്ദനാംഗതി, ചന്ദനങ്ങളായിരിക്കുന്ന അംഗതങ്ങൾ, തോൾവളകൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്നത്. ഭഗവാന്റെ തോൾവളകൾ എന്ന് പറഞ്ഞാൽ ചന്ദനമാണ്, ചന്ദനങ്ങളായിരിക്കുന്ന ആഹ്ലാദങ്ങളായിരിക്കുന്ന, അതായത് ചന്ദനം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കാണുന്ന ചന്ദനമല്ല കേട്ടോ, ആഹ്ലാദം, സന്തോഷമായിരിക്കുന്ന തോൾവളകളോട് കൂടി എപ്പോഴും ഭക്തരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വെമ്പിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ വീരഹ, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി വീരന്മാരെ ഹനിച്ചവൻ. ധർമ്മം നിലനിർത്തണോ, അത് എത്ര വലിയ ശക്തിയുള്ളവനാണ് എതിർക്കെ വന്നതെങ്കിലും ധർമ്മമല്ല അവൻ ചെയ്യുന്നെങ്കിൽ അവനെ ഒരു പാഠം പഠിപ്പിക്കും. അവൻ എത്ര വലിയ മനുഷ്യനായിക്കോട്ടെ, എത്ര വലിയ ആളായിക്കോട്ടെ, ധർമ്മമല്ല ചെയ്യുന്നതെങ്കിൽ അവനെ ഒരു പാഠം ഭഗവാൻ പഠിപ്പിച്ചിരിക്കും. വീരഹ, ധർമ്മ സംരക്ഷണം എന്നെന്നും നിലനിർത്തുന്ന. വിഷമഹ, തന്നോട് സമനായി ആരുമില്ലാത്തവൻ. വിഷമഹ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് സമാനമായിട്ട് ആരും തന്നെ ഇല്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ വിഷമഹ എന്ന് വിളിക്കുന്നത്. തന്നോട് സമനായി, അതായത് ഭഗവാനോട് സമചിത്തതയായി, ഭഗവാനോട് തുല്യമായിട്ട് ആരും തന്നെ ഇല്ല. ശൂന്യഹ, ഒരു വിധത്തിലുള്ള വിശേഷവും ഇല്ലാത്തവൻ. ഒരു പ്രത്യേക വിശേഷമൊന്നും ഭഗവാനില്ല, എപ്പോഴും അദ്ദേഹം ഭക്തരുടെ കൂടെയാണ്. പ്രത്യേകമായിരിക്കുന്ന വിശേഷം ഒന്നും അദ്ദേഹം കീപ്പ് ചെയ്യുന്നില്ല, എപ്പോഴും ഭക്തരും ഭഗവാനും, ഭഗവാനും ഭക്തരും, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗൃദാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആശീസ്സുകളോടും കൂടിയവൻ. ഭഗവാൻ സമ്പൂർണ്ണനാണ്. അപ്പൊ നമ്മളും ആ ഭഗവാനെ പ്രാർത്ഥിക്കും. എന്താണ്? നമുക്ക് എന്ത് ലഭിക്കണമോ ആ പൂർണ്ണമായിരിക്കുന്ന ഭഗവാൻ നമുക്ക് തരേണ്ടത് കൃത്യമായിട്ട് തരും. ഇനിയോ അചല, അതായത് സ്വരൂപത്തിൽ നിന്നും സാമർത്ഥ്യത്തിൽ നിന്നും ജ്ഞാനാദി ഗുണങ്ങളിൽ നിന്നും ചലിക്കാത്തവൻ. ഒരിക്കലും ഭഗവാന്റെ രൂപത്തിൽ നിന്ന് ചലിക്കില്ല, സാമർത്ഥ്യത്തിൽ നിന്ന് ചലിക്കില്ല, ജ്ഞാനാദി ഗുണങ്ങളിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഭഗവാനെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. എന്താണോ ധർമ്മം ആ ധർമ്മത്തിൽ ഭഗവാൻ ഉറച്ചു നിൽക്കും, ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ അചല എന്ന് പറയുന്നത്. ഒന്നിനെ കൊണ്ടും ഭഗവാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭഗവാനെ മോഹിപ്പിക്കാൻ കഴിയില്ല. ഭക്തരും ഭക്തിയും, ഇത് മാത്രമാണ് ഭഗവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതാണ്, അല്ലാണ്ട് വേറെ എന്തിലും ഒന്ന് കൊടുത്തിട്ടും ഭഗവാനെ നമുക്ക് തൃപ്തിപ്പെടുത്താനോ മോഹിപ്പിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ അചല എന്ന് വിളിക്കുന്നു. ഇനിയോ ചലഹ, ശരീരാചല ഗൃദാശി, ഒരു മിനിറ്റ്, മൊത്തത്തിൽ വായിച്ചാൽ മനസ്സിലാവും. സുവർണവർണോ ഹേമാങ്കോ വാരാംഗ ചന്ദനാംഗതി വീരഹ വിഷമാ ശൂന്യോ ഗൃധാശീര ചലഞ്ചല എന്ന് പറയുന്നത്. അതിൽ ലാസ്റ്റത്തെ വീട് അചല കഴിഞ്ഞാൽ ചല എന്നാണ്. ഈ ചല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വായുവിന്റെ രൂപത്തിൽ ചലിക്കുന്നവൻ. ഞാൻ പറഞ്ഞു, നമ്മൾ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഒരുപാട് വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പം ഒരു തണുത്ത കാറ്റൊന്നും നമ്മൾ അറിയാതെ ഇരുന്ന് ഉറങ്ങിപ്പോകും. അതുപോലും ഭഗവാനാണെന്ന് മനസ്സിലാക്കാം. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒരുപാട് വിഷമിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലുണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ തളർന്നിരിക്കുമ്പോൾ ഒന്ന് മെല്ലെ ഒന്ന് മയങ്ങിപ്പോകും. ആ മയക്കം പോലും ഭഗവാനാണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ചല എന്ന് ലാസ്റ്റ് പറയുന്നത്. മനസ്സിലായോ? ഒരു എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും ഒരു ആശ്വാസം. കരഞ്ഞ് തളർന്നു പോയാലും നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. ആ ഒരു ആശ്വാസം, ആ ഒരു ആനന്ദം, അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ നമ്മൾ ചല എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞെന്താ? സ്വർണത്തിന്റെ വർണ്ണം പോലെ ഇരിക്കുന്ന, സ്വർണത്തിന്റെ കളർ പോലെ ഇരിക്കുന്ന, ശരീരം സ്വർണം പോലെ ഇരിക്കുന്ന, വരങ്ങളായിരിക്കുന്ന അംഗങ്ങളുള്ള, അതുപോലെ ചന്ദനങ്ങളായിരിക്കുന്ന അംഗതങ്ങളെക്കാൾ അലങ്കൃതമായിരിക്കുന്ന, എപ്പോഴും സന്തോഷം കൊടുക്കണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. തോൾവളകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭഗവാന്റെ തോളിൽ വളയൊക്കെ ഇട്ട്, അങ്ങനെ അല്ലല്ല.
ഭഗവാൻ എപ്പോഴും സന്തോഷത്തെ പ്രദാനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ദുഃഖം നൽകാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇവിടെ ചന്ദനങ്ങളായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ആഹ്ലാദങ്ങളായിരിക്കുന്ന, സന്തോഷം നൽകാൻ ആഗ്രഹിക്കുന്ന, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി എത്ര വലിയ ഉയർന്ന വീരന്മാർ വന്നാലും അവരെ ഇല്ലായ്മ ചെയ്യുന്ന, ഭഗവാനോട് തുല്യമായി ആരും തന്നെ ഇല്ലാത്ത, ഒരു വിധത്തിലുള്ള വിശേഷവുമില്ലാത്ത, വികളിതങ്ങളായിരിക്കുന്ന ആശീസ്സുകളോടുകൂടി, വികളിതം എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ആ ഒരു ആശീസ്സുകളോട് കൂടിയിരിക്കുന്ന സ്വരൂപത്തിൽ നിന്നും സാമർത്ഥ്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ഭഗവാൻ ഒരിക്കലും ചലിക്കില്ല. അത് സത്യം, നീതി, ന്യായം, ധർമ്മം, ഈ ഒരു അതിൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന, ഒന്നിനെ കൊണ്ടും ഭഗവാനെ എന്ത് ചെയ്യാൻ പറ്റാ, മോഹിപ്പിക്കാൻ സാധിക്കാത്ത, വായുവിന്റെ രൂപത്തിൽ പോലും ചലിക്കുന്ന ആ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ തൃപാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഓക്കെ, ഇനി 80ാമത്തെ ശ്ലോകമാണ്, ലാസ്റ്റ് ശ്ലോകം. 80 ശ്ലോകത്തോടു കൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. 80ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അമാനി മാനധോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക് സുമേധാ മേധജോ ധന്യ സത്യമേധാധരാധര എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശുദ്ധജ്ഞാന സ്വരൂപനാകയാൽ അനാത്മ വസ്തുക്കളിൽ നിന്ന് ആത്മാഭിമാനമില്ലാത്തവൻ. അതായത് ഭഗവാൻ ശുദ്ധജ്ഞാന സ്വരൂപമാണ്. മറ്റു കാര്യങ്ങളിലൊന്നും ഭഗവാൻ അഭിമാനിക്കില്ല. അതായത് ഇപ്പം നമ്മൾ പറയില്ലേ, എന്താ പറയുക, ഒരാൾക്കൊരു വലിയ വീടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ നെളിഞ്ഞു നിന്നിട്ട് ഇത് എൻ്റെ വീട്, ഇതൊരു ചീപ്പ് അഭിമാനം എന്നേ ഞാൻ പറയും. നമ്മൾക്ക് ഭഗവാൻ എന്താണോ നൽകിയത് അതിൽ നമ്മൾ സന്തോഷിക്കണം. അല്ലാതെ അവർക്ക് വലുതുണ്ട് എനിക്ക് ചെറുതാണ്, അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് പാടില്ല. അപ്പൊ ശുദ്ധജ്ഞാന സ്വരൂപനാണ് ഭഗവാൻ. ശുദ്ധമായിരിക്കുന്ന ജ്ഞാനസ്വരൂപമായതുകൊണ്ട് മറ്റു വസ്തുക്കളിൽ ഒന്നും ഭഗവാൻ അഭിമാനിക്കില്ല. എപ്പോഴും ഭഗവാൻ ധർമ്മത്തിലും നീതിയിലും ന്യായത്തിലും ഭക്തരിലുമാണ് ഭഗവാന്റെ അഭിമാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ലാതെ മറ്റ് ഈ ഇഹലോകത്തിലുള്ള ഒരു കാര്യത്തിലും ഭഗവാൻ അഭിമാനിക്കുന്നില്ല. എന്ത് സംഭവം കൊണ്ടു കൊടുത്താലും, കണ്ടോ എനിക്ക് ദേ എൻ്റെ ഭക്തൻ ഇപ്പൊ 100 കിലോ സ്വർണം തന്നു, അതല്ല ഭഗവാന്റെ അഭിമാനം. ദേ എൻ്റെ ഭക്തൻ നാരായണ എന്ന നാമത്തോടെ വരുന്നു, അതിൽ ഭഗവാൻ അഭിമാനിക്കും. ഓക്കെ, ഇനി മാനധ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അനാത്മക്കളിൽ ആത്മാഭിമാനം നൽകുന്നവൻ, ഭക്തന്മാർക്ക് സൽക്കാരവും മാനവും കൊടുക്കുന്നവൻ. ഭക്തന്മാരെ എപ്പോഴും ഭഗവാൻ ഭക്തരിലാണ് അഭിമാനിക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് എപ്പോഴും അവരുടെ അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൂടെ നിൽക്കുന്നത്. നമുക്ക് എന്ത് വലിയ പ്രശ്നമായിക്കോട്ടെ, നമ്മളതിൽ തളർന്നു പോവില്ല, നമ്മളതിൽ വീണു പോവില്ല. ആ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കരകയറുന്നുണ്ട് അല്ലേ? നമ്മുടെ അഭിമാനത്തെ ഭഗവാൻ എന്നും സംരക്ഷിക്കുന്നുണ്ട്. ലോകത്തിലുള്ള ആര് നമ്മൾ അപമാനപ്പെടുത്തിക്കോട്ടെ, എന്തും പറഞ്ഞോട്ടെ, പക്ഷെ എന്നിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. നമ്മൾ എവിടെയും തോറ്റുപോയിട്ടില്ല, തളർന്നു പോയിട്ടില്ല, ഇന്നും നമ്മൾ ജീവിക്കുന്നുണ്ട്. ആ അഭിമാനത്തെ ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ മാനധ എന്ന് വിളിക്കുന്നു. ഇനി മാന്യ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഈശ്വരനായതുകൊണ്ട് എല്ലാവരാലും ബഹുമാനിക്കപ്പെടേണ്ടത് കൊണ്ടും പൂജിക്കപ്പെടേണ്ടതും ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ മാന്യ എന്ന് വിളിക്കുന്നത്. എന്താണ്? എല്ലാവരുടെയും ഈശ്വരനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നുണ്ട് ഭഗവാൻ, എല്ലാവരാലും പൂജിക്കപ്പെടുന്നുണ്ട് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ മാന്യ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഇനിയോ ലോകസ്വാമി, അമാനി മാനധോ മാന്യോ ലോകസ്വാമി എന്നാ പറയുന്നത്. ആ ലോകസ്വാമി എന്ന് പറഞ്ഞാൽ 14 ലോകങ്ങളുടെയും ഈശ്വരൻ ആരാണ്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ ലോകസ്വാമി എന്ന് വിളിക്കുന്നത്. ഇനിയോ ത്രിലോകദൃക്, 3 ലോകങ്ങളെയും ധരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. അല്ലാതെ ഭഗവാന്റെ മുകളിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ ത്രിലോകദൃക് എന്ന് വിളിക്കുന്നത്. 3 ലോകങ്ങളെയും ധരിക്കുന്നത് കൊണ്ട് ഭഗവാനെ ത്രിലോകദൃക് എന്ന് വിളിക്കുന്നു. സുമേധഹ എന്ന് പറഞ്ഞാൽ ശോഭനമായിരിക്കുന്ന മേധത്തോടു കൂടിയവനാണ് ഭഗവാൻ. ശോഭനമായിരിക്കുന്ന മേധത്തോടു കൂടിയതുകൊണ്ട് ഭഗവാനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സുമേധഹ എന്ന് വിളിക്കുന്നു. ഇനിയോ മേധജ എന്ന് പറഞ്ഞാൽ മേധത്തിൽ നിന്ന്, മേധം എന്ന് പറഞ്ഞാൽ യാഗത്തിൽ നിന്ന് ഉൽപ്പന്നനായവൻ. യാഗം നമ്മൾ സമർപ്പിക്കുമ്പോൾ അതും ഭഗവാന് തന്നെയാണ് പോകുന്നത്. നമ്മൾ ആരെ വിളിച്ചാലും പ്രാർത്ഥിച്ചാലും അത് എത്തിച്ചേരുന്നത് ഭഗവാനിലാണ്. എന്ത് യാഗം, എന്ത് പൂജ, എന്തും ചെയ്തോട്ടെ അതെല്ലാം ഭഗവാനിലേക്കാണ് സമർപ്പിതമാകുന്നത്. അതുകൊണ്ട് ഭഗവാനെ മേധജഹ എന്ന് വിളിക്കുന്നു. ഇനിയോ ധന്യ എന്ന് പറഞ്ഞാൽ കൃതാർത്ഥനാണ് ഭഗവാൻ. ഭക്തർ എന്ത് നൽകിയാലും അദ്ദേഹം ഹാപ്പിയാണ്, കൃതാർത്ഥനാണ്. അത് വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന ഹൃദയത്തിലേക്ക് മാത്രമേ ഭഗവാൻ നോക്കൂ. നമ്മൾ എന്തെങ്കിലും മോഹിച്ചാണോ കൊടുക്കുന്നത്, എന്തെങ്കിലും കൈക്കൂലിയായിട്ടാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആത്മസമർപ്പണമാണോ എന്നുള്ളത് ഭഗവാൻ നോക്കും. ആ ഒരു ഭഗവാനെ ധന്യഹ, കൃതാർത്ഥൻ എന്ന് പറയുന്നു. ഇനി സത്യമേധ എന്ന് പറഞ്ഞാൽ സത്യമായവൻ, സഫലമായവൻ. എപ്പോഴും ഭഗവാൻ സത്യവുമാണ്, സഫലവുമാണ്.
നമ്മൾ ഭഗവാന് എന്തൊരു കാര്യം ചെയ്താലും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ സെൽഫായിട്ടൊരു കാര്യം ചെയ്താലും അതിലൊരു സത്യമോ അതിലൊരു നീതിയോ ന്യായമോ ഉണ്ടെന്ന് ഭഗവാൻ നോക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്തുമായിക്കോട്ടെ അതിലൊരു ധർമ്മം വേണം. ധർമ്മമില്ലാത്തൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ധർമ്മത്തിൽ മാത്രം നിൽക്കുന്ന വ്യക്തികളിൽ നമ്മുടെ ആവശ്യങ്ങൾ ഭഗവാൻ എളുപ്പം സഫലീകരിക്കും. കാരണം എന്താ, കൂടുതൽ കൂടുതൽ ധർമ്മം നിലനിർത്താൻ വേണ്ടിയിട്ട്. അധർമ്മികളെ ഭഗവാൻ പന പോലെ വളർത്തും, എന്നിട്ട് ഭഗവാൻ തന്നെ അത് ഇല്ലാതാക്കും. എന്നാൽ ധർമ്മികളെ ഭഗവാൻ കുറച്ച് കുറച്ച് കഷ്ടപ്പെടുത്തി ഭഗവാൻ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എന്താ, കൂടുതൽ കൂടുതൽ ധർമ്മത്തിലേക്ക് നമ്മൾ അടിയുറച്ച് നിൽക്കാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊന്നും നശിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമില്ല. കഷ്ടപ്പെടാതെ ഉണ്ടാക്കിയതിൻ്റെ വാല്യൂ അറിയാത്തതുകൊണ്ട് എല്ലാം നമ്മൾ നശിപ്പിക്കും, അല്ലേ? പോയാൽ എന്ത്, പോയാൽ പോട്ടോ എന്ന മനോഭാവത്തിൽ. എന്നാൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു കാര്യം നശിച്ചു പോയാൽ നമ്മൾ അനുവദിക്കും. നമ്മൾ എന്ത് വില കൊടുത്തു നമ്മളത് സംരക്ഷിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് കഷ്ടതയോടുകൂടിയാണ് ഭഗവാൻ ഒരു ധർമ്മത്തിൽ അടിയുറച്ച് നിർത്താൻ ഭഗവാന്റെ ഭക്തരെ എപ്പോഴും ഭഗവാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനിയോ സത്യമേധ, അത് കഴിഞ്ഞ് ധരാധര, ആദിശേഷൻ മുതലായ അംശങ്ങളെ കൊണ്ട് ഭൂമിയെ ധരിക്കുന്നവനും ഭഗവാനാണ്. ഈ ആദിശേഷന്റെ രൂപത്തിൽ ആ ഭൂമിയെ ധരിപ്പിച്ചതും എല്ലാം നിലനിർത്തുന്നതും ഭഗവാനാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? ധരാധര, നമ്മൾ എപ്പോഴും നമസ്കരിക്കണം. കാരണം ഭഗവാൻ ഈസി ആയിട്ട് കിട്ടുന്ന എന്ത് കാര്യവും നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വിഷമമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കാര്യം നശിക്കുക നമ്മൾ അനുവദിക്കുകയില്ല. നമ്മൾ എങ്ങനെയും അത് നിലനിർത്താൻ ശ്രമിക്കും. അപ്പോൾ ഭഗവാൻ എപ്പോഴും ധർമ്മത്തിലും സത്യത്തിലും ജീവിക്കുന്ന ആൾക്കാർക്ക് കഷ്ടപ്പാട് കൊടുക്കും. കാരണം എന്താ, കഷ്ടത്തോടെ മുന്നോട്ട് പോയാലേ അവൻ എന്നെന്നും താഴ്മയിൽ നിൽക്കൂ, അവനത് നിലനിർത്താൻ ശ്രമിക്കൂ എന്ന് ഭഗവാൻ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അല്ലാതെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഭഗവാനെ പഴിക്കാനോ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാനോ ഗുരുവായൂരമ്പലത്തിന് നടക്കെ ചെന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഭഗവാനെ വിഷമിപ്പിക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് തരേണ്ടത് ഭഗവാൻ കൃത്യമായിട്ട് സമയമാകുമ്പോൾ ഭഗവാൻ തരും. അതിൽ നമ്മൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ഭഗവാനോട് സന്തോഷത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ നൽകേണ്ടത് നമുക്ക് കൃത്യമായിട്ട് തരും. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നമ്മൾ 80 ശ്ലോകങ്ങൾ പഠിച്ചു. ഇനി വളരെ കുറച്ച് ശ്ലോകമേ ഉള്ളൂ. വളരെ ഒരു 3-4 ക്ലാസ് കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? വിഷ്ണു സഹസ്രനാമം കംപ്ലീറ്റ് ചെയ്യാം. ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥത്തോട് കൂടിയുള്ള ബുക്കും ഗരുഡ പുരാണവും നമുക്ക് എത്തിയിട്ടില്ല. വൈകാതെ എത്തും. എത്തിയാൽ ഞാൻ അയച്ചു തരാം. ബാക്കി പുസ്തകങ്ങളെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്, അയച്ചു തരാം. പിന്നെ നമുക്ക് സഹസ്രനാമങ്ങൾ, ഏതാണ്, ഗണേശ സഹസ്രനാമം, സൂര്യ സഹസ്രനാമം, ഹനുമത് സഹസ്രനാമം, ഭദ്രകാളി സഹസ്രനാമം, സരസ്വതി സഹസ്രനാമം, അങ്ങനെ ഒരുപാട് സഹസ്രനാമങ്ങളുണ്ട്. 13 സഹസ്രനാമങ്ങളുണ്ട്. വാങ്ങി വെച്ചാൽ നല്ലത്. 60 രൂപയ്ക്കേ ഉള്ളൂ. വാങ്ങി വെച്ചോളൂ. യഥാസമയം അത് വായിക്കാൻ ശ്രമിക്കൂ. ഭഗവാനോട് കൂടുതൽ അടുക്കൂ. സമാധാനത്തോടെയും ധർമ്മത്തോടെയും ശാന്തിയോടെയും കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ടെൻഷനൊന്നും അടിക്കേണ്ട. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ ഇഹലോകത്തിലുള്ള ആവശ്യങ്ങളെല്ലാം അദ്ദേഹം വൈകാതെ നടത്തി തരും. സമാധാനമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. हरे कृष्णा, सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा भवनपुरेशन की जय। ओम श्री मात्रे नमः।